Hello, welcome to HIFO. This is Venkata Krishnan. ഓക്കെ, നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഹിസ്റ്ററിയുടെ ഒരു ലൈവ് സെഷനിലേക്കാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഓക്കെ, ആരൊക്കെ വന്നിട്ടുണ്ട്? ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഹാരപ്പയെ കുറിച്ചിട്ട് പറയുമ്പോൾ നെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ നെറ്റ് എക്സാമിലും എന്തായിരിക്കും, ഹാരപ്പയുടെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ നെറ്റ് എക്സാമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിലും എന്തുണ്ടായിരുന്നു, ഹാരപ്പയെ പറ്റിയിട്ടുണ്ടായിരുന്നു, ഹാരപ്പയുടെ ഡിസ്കവറിയെ സംബന്ധിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ചില ചോദ്യങ്ങളിൽ നോക്കാം. ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒരു വിഷയം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്നുള്ളതാണ്. ശരി, ഇവിടെ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? വെൻ ഡിഡ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ഫൈൻഡ് ഹാരപ്പൻ സീൽ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാണ് ഹാരപ്പൻ സീൽ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കാണും. നമ്മളൊരു സ്റ്റുഡന്റ് ആകുമ്പോൾ, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചോദ്യത്തിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഇവിടെ ഡിസ്കവറിയെ പറ്റിയിട്ടാണ്. ഡിസ്കവറിയെ പറ്റിയിട്ട് നെറ്റ് കാലാകാലങ്ങളായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണയും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കവറിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൽ ഏതൊക്കെ സൈറ്റ്, അതായത് ഹാരപ്പനെ സംബന്ധിച്ചിടത്തോളം ഹാരപ്പയിൽ ഏതൊക്കെ സൈറ്റ് ആരൊക്കെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അതിന്റെ കൂടെ അതിന്റെ ക്രോണോളജിക്കൽ സെൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഇപ്പൊ എഴുതിയിട്ടുള്ള നെറ്റ് എക്സാമിൽ എന്താണ്, ക്രോണോളജിക്കൽ ആ ഒരു ഫ്രെയിംവർക്ക് വരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം എന്താ? ജസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ ഉത്തരം എന്താന്നുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ചോദ്യമായിരിക്കും. എന്താണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത്? എനിബഡി ലൈവിലുള്ളവർ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും ഞാൻ പറയട്ടെ. ഉത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 8053 എന്ന് പറയുന്ന ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുന്നതാണ്. ചോദ്യം ഇതാണ്: ബീഡ് മേക്കിംഗ് വർക്ക്ഷോപ്പ് ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് വിച്ച് ഫോളോവിംഗ് ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുന്നതാണ്. ബീഡ് മേക്കിംഗ് ഏത് സൈറ്റിലാണ്, താഴെ തന്നിട്ടുള്ള ഏത് സൈറ്റിൽ നിന്നാണ് ബീഡ് മേക്കിംഗ് ഉള്ളത്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടുള്ളത്, ബീഡ് മേക്കിംഗ് വർക്ക്ഷോപ്പ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന് ഉത്തരം എന്താണ് ഉണ്ടാവുക? ബീഡ് മേക്കിങ്ങിനെ പറ്റിയിട്ട്. സോ ഇവിടെ ക്രാഫ്റ്റ്, ഈ ചോദ്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള എന്താണ്, ക്രാഫ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ക്രാഫ്റ്റ് ഏതൊക്കെ സൈറ്റുകളിലാണ് ക്രാഫ്റ്റ് ഉള്ളത്? ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബീഡ് മേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഐവറി മായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്നൊക്കെ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിന് ഉത്തരം ഏതാണ്? ധൻവാലി ആണ് അതിന്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഉത്തരം ബി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർക്കിയോളജിക്കൽ സൈറ്റ് പ്രൊവൈഡ് എവിഡൻസസ് ഓഫ് അവയർനെസ് ഓഫ് ടെക്നിക്കൽ സ്കിൽ ഓഫ് ഹാരപ്പ ഫോർ ദ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്? വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്ന സൈറ്റുകളിൽ ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. വാട്ടർ എന്ന് പറയുമ്പോൾ, വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാതെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ? ഈ താഴെ പറയുന്നതിൽ ഉണ്ട്. ഒന്ന് നമുക്കറിയാം, ധൊളവീര ഉണ്ട് എന്നുള്ളത്. നമ്മൾ ധൊളവീരയെ പറ്റിയിട്ട് നമ്മൾ അവിടുത്തെ എന്താ വാട്ടർ ടാങ്കിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് സൈറ്റ് ആണ് അതിലുള്ളത്? ഏതായിരിക്കും ഉണ്ടാവുക? ഒന്ന് നോക്കി നോക്കൂ. ഹാരപ്പയാണോ, കാലിബംഗനാണോ, അതോ പിന്നെ ഏതായിരിക്കും ഉണ്ടാവുക? ശരിക്കും ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഏതാണ് ഉത്തരം വരുന്നത്? ധൊളവീരയും മോഹൻജദാരോയുമാണ് ഉത്തരം വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? എ ആൻഡ് ബി എന്ന് പറയുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെയിം, അതായത് വാട്ടർ മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇതും പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ സൈറ്റ് എക്സ്കവേറ്റഡ് ലേറ്റർ ഹാസ് പ്രൊവൈഡഡ് എവിഡൻസ് ഓഫ് യുണീക് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം? നമ്മൾ തൊട്ടു മുന്നേ ഉത്തരം പറഞ്ഞാണ്. ഓപ്ഷൻ ഏതന്നെയാണ് അതിൽ വരുന്നത്? പി ആണ് എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പ്രീവിയസ് ഇയർ ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. വലിയ ടോപ്പിക് ആണ്. അപ്പോഴെന്ത് ചെയ്യണം, നമുക്ക് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. റെഡി ആണല്ലോ നിങ്ങൾ എല്ലാവരും? കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ്
ഇനീഷ്യലി നമ്മൾ ഓർക്കേണ്ട വർഷങ്ങൾ എന്ന് പറയുന്നത് ഹാരപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട കുറച്ച് വർഷങ്ങളുണ്ട്. അതാണ് ഈ പറയുന്നതൊക്കെ. അതിൽ വന്നിട്ടുണ്ട് അലക്സാണ്ടർ കണ്ണിങ്ഹാം. എന്താണ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദ്യമാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്നത്. സോ ഒന്ന് നോക്കൂ, ഈ സൈഡിലുള്ള വർഷങ്ങളിലേക്ക് ഒന്ന് നോക്കി നോക്കൂ. ഏതൊക്കെയാ വർഷങ്ങളുള്ളത്? 1826 അല്ലെ 1826. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ചാൾസ് മേസൺ എന്ന് പറയുന്ന ആള് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് അദ്ദേഹം ആക്സിഡന്റലി അദ്ദേഹം കാണുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചെന്താ, ഇത് നമ്മുടെ പഴയ അലക്സാണ്ടറിന്റെ സമയത്ത് അത്ര വലിയ പഴക്കമുള്ള സൈറ്റ് ഒന്നുമല്ല. അലക്സാണ്ടറിന്റെ സമയത്ത് എന്തായിരിക്കും, അലക്സാണ്ടർ പോറസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇതിനെ കരുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത്ര വലിയ പഴക്കമൊന്നും ഇതിന് ശ്രദ്ധിച്ചില്ല, അല്ലെ അതിന് കൊടുത്തില്ല എന്നുള്ളതാണ്. അത് അത്ര കാര്യമാക്കി എടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് അലക്സാണ്ടർ കണ്ണിഹാം ആണ് 1853 and 4 ആ ഒരു കാലയളവിൽ ഒരു സ്മോൾ സ്കെയിൽ ഒരു എക്സ്കവേഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തുന്നത്. ആൻഡ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഇംപ്രസ്ഡ്. അദ്ദേഹം ഇതുമായിട്ട് എന്ത് ചെയ്യില്ല, അത്ര ഇംപ്രസ്ഡ് ഒന്നും ആയില്ല. ആൻഡ് ഹി ഗോട്ട് സം സീൽസ്. അവിടുന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് സീലൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് പിന്നീടാണ് അദ്ദേഹം 1872 അദ്ദേഹം വീണ്ടും അത് റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ സീല് ലഭിച്ച അദ്ദേഹത്തിന് അതിനും അദ്ദേഹം കാര്യമാക്കി എടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് ഇത് എപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? 1920 ഇത് ദയറാം സാഹ്നി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു, ഇത് എക്സ്കവേറ്റ് ചെയ്യുന്നു. ആരാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്? ഓർക്കണം, സിമ്പിൾ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ വരുന്നത് ആ രീതിയിലാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാം വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ അത് തെറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാം പോലും. അപ്പോ ഏറ്റവും ചെറിയ ഫാക്ട് വരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ദയാറാം സാഹ്നി അദ്ദേഹമാണ് ഹാരപ്പ എന്ത് ചെയ്യുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് ദയാറാം സാഹ്നിയാണ്. അത് എവിടെയാണ്, കറക്റ്റ് എവിടെയാണ് ഇത് നിൽക്കുന്നത് എന്ന് നോക്കണം. അപ്പോ ഹാരപ്പ എന്ന് പറയുമ്പോൾ അത് പഞ്ചാബിലാണ്. നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് എന്തുള്ളത്, ഹാരപ്പ ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അതിലെ സഹിവാൾ ഡിസ്ട്രിക്ട് എന്നുള്ളത് ഓർത്തു വെക്കണം. പാകിസ്ഥാനിലാണ് എന്നുള്ളതും ഓർത്തു വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഹാരപ്പ വരുന്നത് എവിടെയാണ്? മനസ്സിൽ കുറിച്ചു വെക്കണം. ഹാരപ്പ വരുന്നത് എവിടെയാണ്? എവിടെയാണ്? ഈ പറഞ്ഞ പഞ്ചാബിലാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. പഞ്ചാബിലാണ് ഹാരപ്പ വരുന്നത്. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 1921 ആര്? ആർ.ടി. ബാനർജി. അവരുടെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. ആർ.ടി. ബാനർജി. നമ്മൾ ഒരുപാട് തവണ PG-ക്കാരാണ്, നമ്മളൊക്കെ PG കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ PG പഠിക്കുന്നവരായിരിക്കും, നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് ആർ.ടി. ബാനർജിയെ കുറിച്ചിട്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ എക്സാമിന് തെറ്റിക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എനിവേ ഓർത്തു വെക്കുക, ആർ.ടി. ബാനർജി ആണ് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ്? ആർ.ടി. ബാനർജി. ഓക്കെ, ക്ലിയർ അല്ലേ? ആർ.ടി. ബാനർജി ആണ് മോഹൻജദാരോ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ആ മോഹൻജദാരോ എവിടെയാണ് നിൽക്കുന്നത്? ഹാരപ്പ പഞ്ചാബിലാണെങ്കിൽ മോഹൻജദാരോ സിന്ധിലാണ്. ഹാരപ്പ പഞ്ചാബിലാണെങ്കിൽ മോഹൻജദാരോ എവിടെയാണ്? സിന്ധിലെ ലർക്കാന ഡിസ്ട്രിക്റ്റിലാണ് എന്തുള്ളത്, മോഹൻജദാരോ ഉള്ളത് എന്നുള്ളതാണ്. അത് എന്നാന്ന് പറഞ്ഞാൽ 1921 എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. 1921 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇത് ഒഫീഷ്യലി ഈ ഒരു ഡിസ്കവറി അനൗൺസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്നത് 1924 എന്നാണ്? 1924 ജോൺ മാർഷൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് എന്ത് ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്ത കാര്യം അനൗൺസ് ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. ASIയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണ്. ഇത് എന്ത് ചെയ്യുന്നത്, ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. സോ ഇത്ര വർഷങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇതിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോ ബേസിക് ആയിട്ട് മോഹൻജദാരോ അല്ലെങ്കിൽ ഹാരപ്പ അല്ലെങ്കിൽ ഈ പറഞ്ഞ സരസ്വതി വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്റ്റുകളാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള, ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അല്ലേ? സോ ചോദ്യം, നമ്മൾ നേരത്തെ വന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ. അലക്സാണ്ടർ കണ്ണിഹാം 1853 എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഹാരപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റെന്റ് നമുക്ക് നോക്കാം. ഇതൊന്നും ചോദ്യം വന്നിട്ടുണ്ടോ? ഈ എക്സ്റ്റെന്റ് എന്നുള്ള രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോ നോക്കാം, എറൗണ്ട് ഈ പറയുന്ന 1400 സൈറ്റ് എന്ന് പറയുന്നത് 1400 സൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 925 ഇന്ത്യയിലും ബാക്കി പാകിസ്ഥാനിലുമായിട്ടാണ് കിടക്കുന്നത്. 475 പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. അതിലെ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ക്ലിയർ കട്ട് ആയിട്ട് ഏറ്റവും എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 97 സൈറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ആൻഡ് ഇതിന്റെ എക്സ്റ്റെന്റ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രസന്റ് ഇത് കിടക്കുന്നത് എന്നുള്ളത് നോക്കണം. അപ്പൊ നമുക്ക് ഷോർട്ട് ഗായ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഷോർട്ട് ഗായ് എന്ന് പറയുന്ന സൈറ്റ്, അതിന്റെ എക്സ്റ്റെന്റ്, അതായത് അതൊരു ട്രേഡിംഗ് പോസ്റ്റ് ആണ്, ഏറ്റവും അവസാനമുള്ള ഒരു ട്രേഡിംഗ് പോസ്റ്റ് ആണ്. അത് എവിടെയാണ് കിടക്കുന്നത്, അത് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. നിങ്ങൾക്കറിയാം അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ആ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും കിടക്കുന്ന പഞ്ചാബ് ഏരിയ, അപ്പൊ മോളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ വരാം. എന്താണ്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, അത് കഴിഞ്ഞാൽ സിന്ധ്. സിന്ധ് നമ്മൾ പറഞ്ഞു ഏതാണ്, മോഹൻജദാരൊക്കെ കിടക്കുന്ന സിന്ധ്, അതെവിടെയാണ്, പാകിസ്ഥാനിലെ സിന്ധാണ്. then എന്താണ്, ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് അല്ലെ, ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് വെസ്റ്റ് ഭാഗത്തായി കിടക്കുന്ന പ്രദേശം, അതിന്റെ അപ്പുറത്തായിട്ട് കിടക്കുന്ന പ്രദേശമാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്. പറഞ്ഞാൽ ഇന്ത്യയിലല്ല ഈ പ്രദേശം കിടക്കുന്നത്. ദെൻ ജമ്മു, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, വെസ്റ്റേൺ യു പി ആണ്. നിങ്ങളെ തെറ്റിക്കാൻ ഈസ്റ്റേൺ യു പി എന്നൊക്കെ പറയും. വെസ്റ്റേൺ യു പി ആണ് ഇങ്ങനെ ഉള്ളത്. ഓക്കെ, ഈ താഴത്തേക്കുള്ള കാര്യത്തേക്ക് ഒന്ന് ജസ്റ്റ് നോക്കൂ. എന്താ പറയുന്നത്, ഓൺലി 40 സെറ്റിൽമെന്റ്സ്, ശ്രദ്ധിക്കുക, ഓൺലി 40 സെറ്റിൽമെന്റ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. എത്രയാണ്, ഒരു 40 സെറ്റിൽമെന്റ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഡസിലും അതിന്റെ ട്രിബ്യൂട്ടറീസിലായിട്ട് കിടക്കുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സെറ്റിൽമെന്റ്സ് ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്, സരസ്വതി റിവർ സിസ്റ്റത്തിലാണ്. അത് ഇന്നില്ല. എവിടെയാണുള്ളത്, സരസ്വതി റിവർ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സൈറ്റുകൾ ഉള്ളത് എന്ന് ഒന്ന് ഓർത്തു വെക്കണം. കാരണം എന്താ, അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം കാണിച്ചു തരാം. ഇതിന്റെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ബലൂചിസ്ഥാൻ? ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ആണ്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എവിടെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ്, ഏത് സൈറ്റുകളാണ്, ചോദ്യം ഇതാണ്, ഏതൊക്കെ സൈറ്റ് ആണ് എന്താ ഈ പറയുന്ന ഇവിടെ ഉള്ളത്, നമ്മുടെ ബലൂചിസ്ഥാൻ ഏരിയയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഉത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മളുടെ ഒരാളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സുത്കജേന്ദർ എന്ന് പറയുന്ന സൈറ്റ് എവിടെയാണ്, ബലൂചിസ്ഥാനിലാണ്. അല്ലെ, നമുക്ക് അറിയുന്നതാണ്. ആ സൈറ്റ് എവിടെയാണ്, ബലൂചിസ്ഥാനിലാണ്. ദെൻ പിന്നീടുള്ള സൈറ്റുകൾ ഏതൊക്കെയാണ്, ഷോർട്ടുഗായ്, അത് ബലൂചിസ്ഥാനിലാണോ? ആണോ? ഒരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം എന്താ, അത് അഫ്ഗാനിസ്ഥാനിലാണ്, നമുക്കറിയാം. അതിനാണ് മാറ്റി. പിന്നീട് ഓപ്ഷൻസ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം 1ഉം 4ഉം തെറ്റാണ്, ഇല്ലേ? 4 ഇല്ലല്ലോ, 2ഉം 4ഉം തെറ്റാണ്, ഇല്ല. പിന്നെ ആ ഓപ്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും, ഇല്ലേ? 2, 3, 4 അതും തെറ്റാ. പിന്നുള്ളത് ഏതാ, ഒരൊറ്റ ഓപ്ഷനേ അതിനുള്ളൂ. അതാണ് പറഞ്ഞത്, നെറ്റ് നമുക്ക് തന്നെ ക്ലൂ തരും. ഒന്ന് ഇതിന്ന് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ഷോർട്ടുകായി പോയി കഴിഞ്ഞാൽ പിന്നീട് ഏതാ ഉള്ളത്, ലാബർകോട്ട് ഉണ്ട്, സൂത്തഗോ ഉണ്ട്, അതുപോലെ തന്നെ സുഖചേന്ദ്രൻ ഉണ്ട്. ഇതൊക്കെ എവിടെയാ കിടക്കുന്നത്, എവിടെയാ കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാപ്പ് ഇട്ടരാം, ഒന്ന് നോക്കൂ. കണ്ടോ, കാണുന്നുണ്ടോ, മാപ്പിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? മാപ്പ് എത്തിയില്ല. ഈ ഒരു മാപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. കാണുന്നുണ്ടോ, മാപ്പ് കാണുന്നുണ്ടോ? യെസ്, കാണുന്നില്ലേ? ഓക്കെ, ഈ മാപ്പില് ഈ ഒരു എൻഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുത്കചേന്ദർ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഈ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സുത്കചേന്ദർ, ഈ ഷോട്ട്കാഖോ എന്ന് പറയുന്ന സൈറ്റ്, ദെൻ ബലാക്കോട്ട് ഉണ്ട്, ദെൻ അലാദീൻ ഉണ്ട്. ഇതൊക്കെ കിടക്കുന്ന ഈ ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്, മക്രാൻ കോസ്റ്റ് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഏരിയ എന്ന് പറയുന്നത്. മക്രാൻ കോസ്റ്റിന്റെ ആ ഒരു ഭാഗമാണ്, ഈ ഒരു ഏരിയയാണ് അതെന്ന് പറയുന്നത്.
ഓക്കെ. സോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഓർത്തു വെക്കുക. അപ്പൊ മറ്റേത് എവിടെയാ വരുന്നത്? ഷോർട്ടുഗായ് ഈ ഒരു പ്രദേശത്ത് ഏറ്റവും ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഷോർട്ടുഗായ് കാണാൻ കഴിയും. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സൈറ്റുകൾ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇത് ബലൂചിസ്ഥാൻ ഏരിയയിൽ ഇല്ലാത്ത സൈറ്റ് ഏതാ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ ഇതിന്റെ ഒരു ബൗണ്ടറീസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ബൗണ്ടറീസ്. ഓക്കെ, ബൗണ്ടറീസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നുള്ളതാണ്. ബൗണ്ടറീസ് ഒന്ന് നോക്കൂ. മാണ്ട കാണുന്നുണ്ടോ? ജമ്മു ആണ്. ജമ്മുവിലെ മാണ്ടയാണ് അതിന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത്. സൗത്തിൽ നോക്കുകയാണെങ്കിൽ മാൽവൻ എന്ന് പറയുന്ന പ്രദേശമാണ് സൗത്തിലെ അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് വെസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗജേന്ദർ ആണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെസ്റ്റില്. ആൻഡ് ഈ പറയുന്ന ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്? യു പിയിലെ അലംഗീർപൂർ എന്ന് പറയുന്ന പ്രദേശമാണ് ഈസ്റ്റിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാണ്ട, സുത്കജേന്ദർ, അലംഗീർപൂർ, മാൽവൻ, ഇത്ര ഏരിയകൾ എന്ത് ചെയ്യാം? ഓർക്കാം. ഈ ചോദ്യം എന്താണ്? പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ക്രോണോളജി ആണ് അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ക്രോണോളജി, കാല എങ്ങനെയാണ് അതിന്റെ കാലക്രമം എന്നുള്ളത് ഇനീഷ്യലി നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഓർക്കേണ്ടത് ഒരൊറ്റ പോയിന്റ് ആണ്. ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന്റെ മുന്നേ, നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷന്റെ പഴക്കം നിർണ്ണയിച്ചത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഏത് സിവിലൈസേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ പഴക്കം തീരുമാനിച്ചത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. കുറിച്ചു വെച്ചോളൂ, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ടുള്ള ഒരു പഴക്കം. എത്ര? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ പഴക്കം, അതിനെ ഒരു ക്രോസ് റെഫറൻസിലൂടെയാണ് നമ്മൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനെയും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനെയും ഒരു ക്രോസ് റെഫറൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കാലപ്പഴക്കം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അതിൽ ശരിക്കും എന്ത് ചെയ്യുന്നു? അങ്ങനെ ക്രോസ് റെഫറൻസിലൂടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ടൈം പീരീഡ് ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3250 മുതൽ 2750 വരെ എന്നുള്ളതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് മെസോപ്പൊട്ടോമിയൻ ക്രോണോളജി എന്ത് ചെയ്തു? ഒന്ന് മാറി. അപ്പൊ എന്തായി? ഇന്ത്യയുടെയും ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെയും ക്രോണോളജി എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ഈ പറയുന്ന ക്രോസ് റെഫറൻസിലൂടെയാണ് ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലപ്പഴക്കം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏതുമായിട്ടാണ്? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ടാണ്. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രോസ് റെഫറൻസ് ചെയ്തിട്ടാണ് എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ കാലപ്പഴക്കം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നല്ല. അപ്പൊ ജോൺ മാർഷൽ അദ്ദേഹമാണല്ലോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് എഴുതിയത്? അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് ഇനീഷ്യലി എത്രയായിരുന്നു? തുടക്കത്തിൽ എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 3250 മുതൽ 2750 വരെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മെസോപ്പൊട്ടോമിയൻ ക്രോണോളജി എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഹാരപ്പൻ സിവിലൈസേഷന്റെ ക്രോണോളജി റിവൈസ് ചെയ്തു. അത് എത്രയായിട്ട് മാറി? 2550 മുതൽ 2350 മുതൽ എത്രയായിട്ട്? 1900 ആ ഒരു കാലയളവിലേക്ക് തന്നെ വന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള പറയുന്ന കാലയളവ് ഏകദേശം അതാണ് എന്നുള്ളതാണ്. എത്രയാണ്? ഒരു തുടക്കത്തിലുള്ള ഒരു മേജർ ഹാരപ്പൻ സൈറ്റിന്റെ ഒരു ഇനീഷ്യൽ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന കാലഘട്ടം തന്നെയാണ് എന്നുള്ളതാണ്. 2600 മുതൽ 1900 വരെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ DP അഗർവാളും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2300 മുതൽ 2000 വരെയാണ് എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. അത് ന്യൂക്ലിയർ അർബൻ ഫേസ് ഉള്ള കാലഘട്ടത്തിൽ പറയുന്നു. ദെൻ ബാക്കിയുള്ളതിനൊക്കെ 2000 മുതൽ 1700 വരെയാണ് പെരിഫറൽ സോൺസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഓർക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടതിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? 2 പോയിന്റ് നമ്മൾ ഓർക്കണം. മെസോപ്പൊട്ടോമിയയുമായിട്ടാണ് നമ്മൾ ഇത് ക്രോസ് റെഫറൻസിലൂടെയാണ് എന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തു വെക്കണം. ഇത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇത്
അതിന്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഏർലി ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അത് മേച്യൂർ ഫേസ് ഉണ്ട്, ദെൻ എന്തുണ്ട്, ലേറ്റ് ഹാരപ്പൻ ഫേസ്. ഇങ്ങനെയാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിന്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏർലി ഹാരപ്പൻ ഫേസിനെ ജിം ഷാഫ്റ്റർ ഒക്കെ വിളിക്കുന്ന പേര് റീജണലൈസേഷൻ എന്നുള്ള ഇറ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. തുടക്കത്തിൽ ഹാരപ്പൻ പീരീഡിന്റെ തുടക്കത്തിലുള്ളതിനെ ജിം ഷാഫ്റ്റർ ഒക്കെ വിളിക്കുന്ന പേര് റീജണലൈസേഷൻ എറ എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 3300 മുതൽ 2600 വരെയുള്ള കാലഘട്ടമാണ്. എത്രയാണ് പറഞ്ഞത്? 3300 മുതൽ 2600 വരെയുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത് ഹാരപ്പയുണ്ട്. ഹാരപ്പയുടെ തുടക്കം എന്ന് പറയുന്നതാണ് ഹാരപ്പയുണ്ട്, കാർഡിജി ഉണ്ട്, അംബ്രി ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സിവിലൈസേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അതിലേക്കുള്ള ഒരു വരവാണ്. അപ്പൊ ഇനീഷ്യലി ഇതിന്റെ എക്സ്കവേഷനിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്, ഗ്രിഡ് പ്ലാനിങ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ട്രേഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്, ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീട് ഒരു ട്രാൻസിഷണൽ ഫേസ് ആണ് ഉള്ളത്. അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഹാരപ്പയിലുണ്ട്, ധോളഗിരിയിലുണ്ട്, കുനാലിലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നതാണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ, ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷന്റെ ലെവലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇറിഗേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. പിന്നീട് നമുക്ക് അറിയുന്ന മെച്യൂർ ഹാരപ്പൻ ഫേസ്, അതിനെ ജിം ഷാഫർ യൂസ് ചെയ്യുന്ന വാക്ക് എന്താണ്, ഇന്റഗ്രേഷൻ ഇറ എന്നുള്ളതാണ്. ഇന്റഗ്രേഷൻ ഇറ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ പീരീഡ് എന്നുള്ള രീതിയിലൊക്കെ അർബൻ പീരീഡിനെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2600 മുതൽ 1800 വരെയാണ്. എത്രയാണ്? 2600 മുതൽ 1800 വരെയാണ്. അതിലെ എല്ലാ സൈറ്റുകളും നമുക്ക് പ്രധാനപ്പെട്ട സൈറ്റുകളൊക്കെ അറിയാം, അതിന്റെ പ്രത്യേകത അറിയാം. ഇനി അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിനുശേഷമുള്ള പീരീഡ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഹാരപ്പൻ ഡിക്ലൈൻ ആയതിനു ശേഷമുള്ളതാണ് ലേറ്റ് ഹാരപ്പൻ പീരീഡ് എന്ന് പറയുന്നത്. ലോക്കലൈസേഷൻ ഇറയാണ് അത്. 1800 മുതലാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 1300 വരെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സെമിറ്ററി എച്ച് ഉണ്ട്, അതുപോലെ ശിഷ്വാൽ റോജ്ഡി, അതുപോലെ തന്നെ റാംപോ, ഈ സൈറ്റുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഒറിജിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് പറയാൻ. രണ്ട് പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകളാണ് ഉള്ളത്. ഒന്ന് ഇൻഡിജീനിയസ് ഒറിജിൻ ആണെന്ന് പറയുന്നു, രണ്ടാമത് ഡിഫ്യൂഷനിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇൻഡിജീനിയസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ അത് ഉത്ഭവിച്ചതാണ് എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ മാർഷൽ ഉണ്ട്, ഗോൾഡൻ ചൈൽഡ് ഉണ്ട്, സ്റ്റുഗർട്ട് പിഗോട്ട്, ഇവരൊക്കെ പറയുന്നത് എന്താണ്, ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ ആ ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടായതാണെന്ന് പറയുന്നു. ഡിഫ്യൂഷനിസ്റ്റ് തിയറി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് മെസോപ്പൊട്ടോമിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. EH മാക്വർ, അതുപോലെ തന്നെ DH ഗോർഡൻ ആൻഡ് ക്രൈമർ, ഇവരൊക്കെയാണ്. പക്ഷെ മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ആൾ പറയുന്നു, അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫ്യൂഷൻ തന്നെയാണ്, ബട്ട് നോട്ട് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ, ബട്ട് ദ ഇന്ററാക്ഷൻ ഓഫ് ഐഡിയാസ് എന്നുള്ളതാണ്. ഐഡിയാസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്ന് ഉണ്ടാക്കിയതല്ല, മറിച്ച് എന്താണ്, അവരുടെ ആശയം ഉൾക്കൊണ്ടിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. മൈഗ്രേഷൻ ഓഫ് ഐഡിയ എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്, ഈ പറയുന്ന മോർട്ടിമർ വീലർ പറയുന്നത് എന്നുള്ളതാണ്. ഇതല്ലാതെ ഏറ്റവും ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള ഇവിടുത്തെ ഫാമിംഗ് കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി മെഹഗ്ര പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് നിയോളിത്തിക് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ ഉള്ള ഒരു ട്രാൻസിഷൻ, അതിൽ നിന്നൊരു സെറ്റിൽഡ് അഗ്രികൾച്ചറിലേക്കുള്ള ട്രാൻസിഷനിലൂടെയാണ് ഇത് ഉണ്ടായത് എന്നുള്ളതാണ്. അത് ഏർലി ഹാരപ്പൻ സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് അത്തരത്തിലുള്ള തിയറി ഒക്കെ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് FA ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ GM കാസിൽ ഉണ്ട്, അമലാനന്ദ ഘോഷ് ഉണ്ട്, FR ആൽച്ചിൻ ആൽച്ചിനുണ്ട്, MR മുഗൾ, ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുള്ളത്. ആ പേരുകളൊന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കാം. ഇനി ഹാരപ്പനെ സംബന്ധിച്ചിടത്തോളം ഹാരപ്പനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാരപ്പനിലൂടെ വരുന്നതിലെ നേച്ചർ ഹാരപ്പൻ സൈറ്റുകളിലെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏർലി ഹാരപ്പൻ സൈറ്റ് എന്ന് പറയുന്നത്. ജിം ഷാഫർ നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ സൂചിപ്പിച്ചു ഇവിടെ. അതില് ചില സൈറ്റുകൾ ജസ്റ്റ് നോക്കുക. പ്രധാനപ്പെട്ട 4 സൈറ്റുകളാണ്, അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കൾച്ചറുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒന്ന് കാർട്ടീജിയൻ കൾച്ചർ എന്ന് പറയുന്നത്, സോത്തി ശിശുവാൻ കൾച്ചർ എന്ന് പറയും, അമ്രി നൽ കൾച്ചർ എന്ന് പറയും, രാംസാദത്ത് എന്ന് പറയുന്ന മറ്റൊരു കൾച്ചറും ഉണ്ട്. ഇതാണ് ഏർലി ഹാരപ്പൻ കൾച്ചർ ആയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഓർക്കാനുള്ളത് ചില സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടിജി എന്ന് പറയുന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള FA ഖാനെ പറ്റിയിട്ടാണ്. ഇത് ചിലപ്പോൾ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. എന്താണ്
ചേരുമ്പടി നമുക്കറിയാം ഒരു ബോക്സിൽ ആളുടെ പേരുണ്ടായിരിക്കും, മറു ബോക്സിൽ സൈറ്റ് ഉണ്ടായിരിക്കും. അവിടെ എന്തായാലും ഞാൻ കഴിഞ്ഞ എക്സാമിന് ഞാൻ ഇതുപോലെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ പറയുന്ന കമാന്തക, നീതിസാര എന്നൊക്കെ ഉള്ള പോലെ എന്താണ് നമുക്കറിയാം ബുക്കിന്റെ ഓതർ എന്നുള്ള രീതിയിൽ പഠിച്ചു പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാം നോക്കിയിട്ട് എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും എങ്ങനെ നിങ്ങളുടെ ടെക്നിക്ക് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. കോർട്ടിജി എന്ന് പറയുമ്പോൾ കോർട്ടിജി ഒരു ഏർലി ഹാരപ്പൻ സൈറ്റ് ആണെന്നും ആ സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കോർട്ടിജിയൻ കൾച്ചർ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആരാണ്? എഫ് എ ഖാൻ ആണെന്നുള്ളത് ഓർത്തു വെക്കണം. എന്താണ്? എഫ് എ ഖാൻ ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ആൻഡ് അവിടുന്ന് കിട്ടിയിട്ടുള്ള പോട്രി സ്റ്റൈലിനെയാണ് കാർട്ടിജിയൻ പോട്രി എന്നുള്ള പേരിൽ വിളിക്കുന്നത്. കാർട്ടിജിയൻ പോട്രി എന്നുള്ള വിളിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഓർക്കാനുള്ള കാർട്ടിജിയൻ കൾച്ചറിൽ ഒരേ ഒരു സൈറ്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരൊറ്റ സൈറ്റേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഓർക്കാൻ. ആ സൈറ്റിന്റെ പേര് എന്ന് പറയുന്നത് റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എക്സാമിന് എവിടെയെങ്കിലും റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റ് കണ്ടാൽ, റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റ് കണ്ടാൽ അവിടുന്ന് ഒരു ഐവറി സീല് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കണം. എന്താണ്? റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരു ഐവറി സീല് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏർലി ഹാരപ്പൻ ഫേസ് എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഏത് ഫേസ് എന്നാണ്? ഏർലി ഹാരപ്പൻ ഫേസ് എന്നാണ് കോർട്ടിജിന്ന് എന്ത് ലഭിച്ചിട്ടുള്ളത്? ഒരു ഐവറി സീല് ലഭിച്ചിട്ടുണ്ട്. കുറിച്ചു വെച്ചോളൂ, പെണ്ണുണ്ടെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറിച്ചു വെച്ചോ. എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? കോർട്ടിജി ഒരു ഐഫൺ ഇടുക, എഫ് എ ഖാൻ എന്ന് ഇട്ട് വെക്കുക. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് കോർട്ടിജി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഏതാണ്? റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റ് ആണ്. അവിടുന്ന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരു ഐവറി സീൽ ലഭിച്ചിട്ടുണ്ട്. എന്താ ലഭിച്ചിട്ടുള്ളത്? ഐവറി സീലാണ് അവിടുന്ന് ലഭിച്ചിട്ടുള്ളത്. അടുത്ത സൈറ്റ് അല്ല, അടുത്ത കൾച്ചർ ഏർലി ഹാരപ്പൻ കൾച്ചർ ആണ്. ഏതാ കൾച്ചറിന്റെ പേര്? ഷോത്തി ശിശുവാൽ കൾച്ചർ. എന്താ കൾച്ചറിന്റെ പേര് പറഞ്ഞത്? ഷോത്തി ശിശുവാൽ കൾച്ചർ അല്ലെ? അമലാനന്ദ ഘോഷാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഘോഷ് എന്നൊക്കെ കാണാം, അമലാനന്ദ ഘോഷ് എന്നൊക്കെ കാണാം. അമലാനന്ദ ഘോഷാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ഷോത്തി ശിശുവാൽ കൾച്ചർ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന് പേര് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കോർട്ടിജി ആണെങ്കിൽ എഫ് എ ഖാനാണ്. ഈ പറഞ്ഞ ഷോത്തി ശിശുവാൽ ആണെങ്കിൽ ആരാണ്? അമലാനന്ദ ഘോഷാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താ? ഹാരപ്പനിൽ കൃഷി ചെയ്തതിന് നമുക്ക് തെളിവുണ്ട്. എന്താ തെളിവുള്ളത് എന്ന് ടീച്ചറോ പ്ലസ് ടുവിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരിക്കും. എന്താ തെളിവുണ്ട്? നമുക്ക് അവിടുന്ന് ഈ പറയുന്ന ഉഴുനിലം ലഭിച്ചിട്ടുണ്ട്. അതായത് 2600 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഉഴുനിലം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഫോറോസ് ഉഴുന്ന ഈ പറയുന്ന കലപ്പോണ്ട് ഇങ്ങനെ ഉഴുതിടുന്ന ആ ഒരു ട്രാക്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത് ലഭിക്കുന്നത് ഏത് സൈറ്റിൽ നിന്നാണെന്ന് ചോദിച്ചാൽ കാലിബാഗന്റെ ഏർലി ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ്. ഏർലി ഹാരപ്പൻ ഫേസ് നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാലിബാഗൻ എന്ത് ലഭിച്ചിട്ടുള്ളത്? ഒരു കൾട്ടിവേറ്റഡ് ഫീൽഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോ അത് ഏത് ഏർലി ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൾച്ചറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഷോത്തി ശിശുവാൽ കൾച്ചറുമായിട്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ മറ്റൊരു സൈറ്റും കൂടി ഉണ്ട്, കുനാൽ എന്ന് പറയുന്ന സൈറ്റ്. അവിടുന്ന് നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ പറയുന്ന സിൽവറും ഗോൾഡും ഓർണമെന്റ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. കുനാൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന്. കുനാൽ സൈറ്റിന്റെ പേരും കൂടെ ഓർത്തു വെച്ചോ, കുനാൽ. ഓക്കെ, അത്ര പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര പ്രധാനപ്പെട്ടതാണ് അല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. അമ്രി നൾ കൾച്ചർ ഉണ്ട്, നൾ പോട്രി എന്ന് പറയുന്ന അവിടുന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ദെൻ ദാംസാദത്ത് ഉണ്ട്, മുണ്ടിഗാഗാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഒന്ന് ഓർത്താൽ മതി. പക്ഷെ ഈ താഴെ ഞാൻ ഈ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു ഏർലി ഹാരപ്പൻ ഉണ്ട്, മെച്യൂർ ഹാരപ്പൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ലേറ്റ് ഹാരപ്പൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം ഏർലി സ്റ്റേജ് ഉണ്ട്, മെച്യൂർ സ്റ്റേജ് ഉണ്ട്, ആൻഡ് ലേറ്റ് സ്റ്റേജ് ഉണ്ട്. പക്ഷെ ചില സൈറ്റുകൾക്ക് എന്തില്ല? ചില മെച്യൂർ ഹാരപ്പൻ സൈറ്റുകൾക്ക് there was no
ഏർലി ഹാരപ്പൻ സ്റ്റേജ്. ഏർലി ഹാരപ്പൻ സ്റ്റേജ് ഇല്ലാത്ത, എക്സ്കവേറ്റ് ചെയ്തപ്പോ താഴത്ത് എന്തില്ല, ഏർലി ഹാരപ്പൻ സ്റ്റേജ് ഒന്നുമില്ല. ആകെ എന്ത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന അർബൻ ഫേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സൈറ്റുകളുണ്ട്. ലോത്തലുണ്ട്. ഒന്ന് ഓർത്തു വെച്ചോ, കുറിച്ചിട്ടോ. ലോത്തൽ. ഓക്കെ. രണ്ടാമത്തെ ഏതാ, ദേശൽപൂർ ഉണ്ട്, ചന്ദുഹാരം ഉണ്ട്, അതുപോലെ തന്നെ മിത്താത്തിലുണ്ട്, അലംഗീർപൂർ ഉണ്ട്, റോപ്പർ ഉണ്ട്. ഓക്കെ, റോപ്പർ ഉണ്ട്, അലംഗീർപൂർ ഉണ്ട്, മിത്താത്തിലുണ്ട്, ചൻഹുദാരം ഉണ്ട്, ദേശൽപൂർ ഉണ്ട്, ലോത്തലുണ്ട്. ഈ സൈറ്റുകൾക്കൊന്നും എന്തില്ല എന്ന് ഞാൻ പറഞ്ഞത്, അതിന് ഏർലി ഹാരപ്പൻ ഫേസ് ഇല്ല. ഏർലി ഹാരപ്പൻ ഫേസ് ഇല്ലാത്ത മെച്ചുവർ ഹാരപ്പൻ സൈറ്റുകളാണ് ലോത്തൽ, ദേശൽപൂർ, അതുപോലെ തന്നെ ഏത് വന്ന് ചൻഹുദാരോ, മിത്താത്തൽ, അലംഗീർപൂർ, റോപ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ പോവുകയാണ്. ഒരു ചോദ്യം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. നമ്മൾ പഠിച്ചു കഴിഞ്ഞേന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരു ചോദ്യം, ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കവർ ചെയ്ത ഏരിയ എന്നുള്ളൊരു ചോദ്യമാണ്. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഹാരപ്പൻ സൈറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. ഏതാണ് ആ റിവർ എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആ റിവർ? ഇൻഡസ് ആണോ, സത്ലജ് ആണോ, രവി ആണോ, അതോ വേറെ ഏതാണ്? ഉത്തരം ഏതാണ്? എനി ഐഡിയ? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉത്തരം ഞാൻ പറയട്ടെ. എല്ലാവരും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻഡസ് ആണ് പോയിട്ട് മാർക്ക് ചെയ്യും. ഇൻഡസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ സൈറ്റുകൾ ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? സരസ്വതി വാലിയിൽ നിന്നാണ്, സരസ്വതിയിൽ നിന്നാണ്. ഓക്കെ, സരസ്വതിയിൽ നിന്നാണ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ, സരസ്വതി റിവർ എന്നാണ്. ഇപ്പൊ ഡ്രൈഡ് ആയിട്ടുള്ള റിവർ ആണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും ഈ ഒരു ചോദ്യം വരുന്ന എവിടുന്നാണ്? ഈ പറയുന്ന ഹരപ്പൻ സിവിലൈസേഷൻ. ഇത് പഠിച്ചാലല്ല, വരാൻ പോകുന്നതിലേക്കുള്ള ഒരു ചോദ്യമാണ്. എ പെയിന്റഡ് പോട്ട്. ഇത് ഒരുപാട് തവണ പല രീതിയിലും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എ പെയിന്റഡ് പോട്ട് ഫ്രം ദ സൈറ്റ് ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ depicts a tree holding fish and fox like an animal below, reflecting the story of the clever fox narrated in പഞ്ചതന്ത്ര. നമ്മളാണ് അസ്യൂം ചെയ്യുക, പഞ്ചതന്ത്രയിലുള്ള കഥ പോലെ തോന്നിക്കുന്ന ഒരു പോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അത് ഏത് സൈറ്റിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കാം. ഈ ഉത്തരം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഈ ചോദ്യത്തിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഉത്തരം അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം, അല്ലാത്തവർക്ക് ഞാൻ ഉത്തരം ഏതാന്ന് ആ ഒരു സെക്ഷൻ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് ക്ലിയറാണല്ലോ? പോവാലോ? ഓക്കെ, സി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. അധികം ഒന്നുമില്ല, ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കണ്ണോടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കുക, ചില സൈറ്റുകളുണ്ട്. സൈറ്റുകളുടെ ആ ഒരു വലുപ്പം അനുസരിച്ചാണ്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കുക. കാരണം NTA ചില ഉത്തരങ്ങളൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കും എന്നുള്ളതാണ്. ചില ഉത്തരങ്ങളൊക്കെ NTA തെറ്റായിട്ടും കൊടുക്കാറുണ്ട്, ചിലതൊക്കെ ശരിയായിരിക്കും. എല്ലാ ഉത്തരങ്ങളും അല്ല, ചിലതൊക്കെ അങ്ങനെയാണ് ഉണ്ടാവാറ്. എനിവേ, നമ്മൾക്ക് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഉപീന്ദർ സിംഗിന്റെ പുസ്തകത്തിന്റെ പ്രകാരമാണ്. ഒന്ന് നോക്കുക. ലക്മീർവാല എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ദെൻ മോഹൻജദാരോ ഉണ്ട്. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പട്ടിക ഉള്ളത്. ഈ പറഞ്ഞ ലക്മീർവാല ഉണ്ട്, മോഹൻജദാരോ ഉണ്ട്, ദുറവേലുണ്ട്, ഹാരപ്പൻ ഉണ്ട്, ഈ ദലേതൻ ഉണ്ട്, ദെൻ ഗുർണികാലൻ ഉണ്ട്, തൊലവീർ ഉണ്ട്, ദെൻ ഏതാണ് ഹസ്നപൂർ ഉണ്ട്, ഗണരിവാല ഉണ്ട്, രാഖി ഗർഹി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ചെറിയ ചെറിയ സൈറ്റുകളുണ്ട്. അതിന് ഏറ്റവും താഴെയുള്ള സൈറ്റുകൾ ജസ്റ്റ് നോക്കുക. ഏതൊക്കെയാണ്? അലാദീനോ ഉണ്ട്, കോപ്റ്റിജി ഉണ്ട്, റൂപ്പർ ഉണ്ട്, ബാലാക്കോട്ട് ഉണ്ട്, സത്കോട്ടാട ഉണ്ട്, നാഗേശ്വർ ഉണ്ട്, നാശ്വാരം ഉണ്ട്, ഗസിയാഷ ഉണ്ട്. ഇതൊക്കെ ഒരു ഹെക്ടർ മുതൽ 5 ഹെക്ടർ വരെയുള്ള സൈറ്റുകളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോത്തൽ എന്താണ് 5 ഹെക്ടർ മുതൽ 10 ഹെക്ടർ വരെയുള്ള സൈറ്റാണ്. ലോത്തൽ, അമ്രി, ചൻഹുദാരം ഇന്ത്യയിലല്ല, റോജ്ട്രി ഇന്ത്യയിലാണ്. ഓക്കെ, ഇത്രയും സൈറ്റുകൾ. കാലിബാഗ് വലിയൊരു സൈറ്റ് ആണെന്ന് വെച്ചാൽ വലിയ സൈറ്റ് അല്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സെൻസ് ആണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഇത് ഫുള്ളും ബൈഹാർട്ട് ചെയ്യാൻ പോവല്ല. ജസ്റ്റ് വായിച്ചു നോക്കുക, അതിന്റെ പൊസിഷൻ എവിടൊക്കെ ആയിട്ട് വരും, ഏതൊക്കെയാണ് വലിയ സൈറ്റ്, അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കലാണ്. എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈഹാർട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല നെറ്റ് എക്സാമിന്. ഓക്കെ, അപ്പൊ അത് എവിടേക്കാണ്? അലാദിനോ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ സൈറ്റ് ആണ്. കാർഡിജി എന്ന് പറഞ്ഞാൽ ചെറിയ സൈറ്റ് ആണ്. റൂപ്പർ എന്താണ്, ചെറിയ സൈറ്റ് ആണ്.
എന്നാൽ അതിനേക്കാൾ വലിയ കുറച്ചുകൂടി വലിപ്പമുള്ള സൈറ്റാണ് ഏതൊക്കെയാ പറയുന്നത്, ലോത്തലും ചൻസാരൊക്കെ. അതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ് ഏതെന്ന് പറയുന്നത്, കാലിബാഗ് എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ വലുതാണ് രാഖിഗറിയും ഗണരിവാലയൊക്കെ വരുന്നത്. എന്നാൽ ഹാരപ്പനേക്കാൾ വലുതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നുരവേല, ലഗ്മിർവാല, ഇതൊക്കെ എന്താണ് ഹാരപ്പനേക്കാൾ വലിയ സൈറ്റുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യണം നോക്കണം, വന്നിട്ടുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനറൽ ഫീച്ചേഴ്സിലേക്ക്, അതിന്റെ ഒരു എല്ലാ പലതവണയും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. എന്താണ് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നെറ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഇതിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നുമല്ല. നെറ്റിന്റെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കിയാലോ, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് ഹാരപ്പന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടൗൺ പ്ലാനിങ് ഹാരപ്പയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ. ടൗൺ പ്ലാനിങ് എന്ന് പറയുന്ന ഹാരപ്പയുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. സോ ടൗൺ പ്ലാനിങ് എടുത്തു നോക്കുമ്പോ എന്തൊക്കെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമുക്ക് പണ്ട് പഠിച്ചിട്ടുള്ളത് ഭയങ്കര ഗ്രിഡ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഒരു ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കുകളായി കറക്റ്റ് ആംഗിളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത്. എനിവേ ഏർലിയർ വ്യൂ അതായിരുന്നു, ഗ്രിഡ് സിസ്റ്റം ഒക്കെ ആയിരുന്നു. പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് സിസ്റ്റം ആണോ ഉള്ളത്? അത്രയൊന്നല്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് സിസ്റ്റം ഒന്നും അല്ല ഉള്ളത്. ഇനി ഓർക്കേണ്ടത് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കേണ്ടത്, നമുക്കറിയാം ഇത് ഹാരപ്പ, മോഹൻജദാരോ, കാലിബാഗൻ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു സിറ്റാഡൽ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ലോവർ സിറ്റി ഉണ്ട്. സിറ്റാഡൽ എവിടെയാണ് കിടക്കുന്നത്? വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. വെസ്റ്റ് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്, സിറ്റാഡലില്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, ഏത് ഭാഗത്താണ്? വെസ്റ്റ് ഭാഗത്തായിട്ടാണ് സിറ്റാഡൽ ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ലോവർ ടൗൺ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ലോവർ സിറ്റി എവിടെയാണുള്ളത്? ഈസ്റ്റ് ഭാഗത്താണ്. ഈ പറയുന്ന ഹാരപ്പനും അതുപോലെ മോഹൻജദാരയ്ക്കും കാലിബാഗനും ഒക്കെ ഏകദേശം ഒരുപോലെയുള്ള എന്താണ് ഒരു ലേ ഔട്ട് ആണുള്ളത്. ഒരുപോലെ ഏകദേശം ഒരുപോലെയുള്ള ലേ ഔട്ട് ആണ്. എന്നാ ഈ പറയുന്ന ലോത്തൽ ആൻഡ് സർക്കോട്ടാണ്, ഓർത്തു വെക്കണം. അതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോത്തലാണ്. കൂട്ടത്തിൽ പെടാത്തവൻ ഒരാളാരാണ്? ലോത്തലാണ്. ലോത്തലിനെ അടുത്ത് നോക്കുമ്പോൾ എന്താണ് ലോത്തലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിറ്റാഡൽ കോംപ്ലക്സ് എന്താണ്, അത് ശരിക്കും എന്താണ് സെപ്പറേറ്റ് ആയിട്ടല്ല ഉള്ളത്. ബാക്കിയുള്ളടത്ത് പോകുമ്പോൾ സിറ്റാഡിൽ സെപ്പറേറ്റും എന്താണ് ഈ പറയുന്ന ലോവർ സിറ്റി എന്താണ് കുറച്ചുകൂടെ അകലം, അതായത് ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. പക്ഷെ ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് അകത്ത് തന്നെയാണ് എന്ത് കിടക്കുന്നത്, സിറ്റാഡിൽ കിടക്കുന്നത്. ദൊളവീര എടുത്ത് നോക്കുകയാണെങ്കിൽ ദൊളവീരയ്ക്ക് അതിലും എന്താണ് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ദൊളവേരയിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിറ്റാഡിൽ കാണാൻ പറ്റും, മിഡിൽ ടൗൺ കാണാൻ പറ്റും, ലോവർ ടൗൺ കാണാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണുള്ളത്? സിറ്റാഡൽ ഉണ്ട്, മിഡിൽ ടൗൺ ഉണ്ട്, ലോവർ ടൗൺ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ രണ്ട് സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കണം. ഒരു സൈറ്റ് ആരാ? ലോത്തലാണ്. അടുത്ത സൈറ്റ് ആരാ? ദൊളവീരയാണ്. ഓർത്തു വെച്ചോ, ഏറ്റവും കൂടുതൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്, ദൊളവീര എന്ന് പറയുന്ന സൈറ്റ്. നിങ്ങൾ ഏത് PYQ എടുത്തു നോക്കുകയാണെങ്കിലും, നെറ്റിന്റെ എത്ര വർഷത്തെ PYQ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ എന്തുണ്ടായിരിക്കും, ഒരു ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ദൊളവീരനെ പറ്റി ഹാരപ്പ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ മുന്നത്തെ ചോദ്യങ്ങളിൽ ദൊളവീരനെ പറ്റി പറഞ്ഞു, വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു, ദൊളവീരയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെയാണ് എന്ത് ഓർക്കേണ്ടത്, ഇതിന്റെ ടൗൺ പ്ലാനിങ് എടുത്ത് നോക്കുമ്പോ അതിന് സിറ്റാഡൽ ഉണ്ട്, മിഡിൽ ടൗൺ ഉണ്ട്, ലോവർ ടൗൺ ഉണ്ട്. ഈ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. മിഡിൽ ടൗൺ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, സിറ്റാഡൽ വേറെ ഉണ്ട്, ലോവർ ടൗൺ വേറെ ഉണ്ട്. അത് ഓർത്തു വെച്ചോ. ആർക്കാണ്? ദൊളവീരയ്ക്കാണ്. ആർക്കാണ്? ദൊളവീരയ്ക്ക്. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പോകുന്നു അല്ലെ, സ്പീഡിലാണ് പോവുകയാണ്. എന്താണ് നിലവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, നല്ല ബേൺഡ് ബ്രിക്സ് ഒക്കെ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളുടെ ഉള്ളിൽ ചില ആൾക്കാരുടെ ഉള്ളിലൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ബേൺഡ് ബ്രിക്സ് മാത്രമല്ല, സൺഡ്രൈഡ് ആയിട്ടുള്ള ബ്രിക്സും എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വില്ലേജസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒട്ടുമിക്ക വീടുകളും എന്താണ് ഹഡ് ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സൺഡ്രൈഡ് ആയിട്ടുള്ള ബ്രിക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടൗൺ സിറ്റീസ് ഒക്കെ എടുത്ത് കാണിച്ച് ബോത്ത് എന്താണ് സൺഡ്രൈഡും ബേൺഡ് ബ്രിക്സ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ദൊളവീര മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് സ്റ്റോണിന്റെ യൂസ് നമുക്ക് കാണാൻ പറ്റും. സൗരാഷ്ട്രയിലുള്ള സൈറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് കാണാൻ പറ്റും, സ്റ്റോണിന്റെ യൂസ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ബ്രിക്സിന്റെ സൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര, 1:2:4 ആണ്. എത്രയാണ്? 1:2:4 ആണ് അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അത് ഹൗസസിനാണെങ്കിൽ 7ന്റെ ആ ഒരു പട്ടിക നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. 7:14, അടുത്ത് 21 പക്ഷെ 21 യൂസ് ചെയ്യരുത്, 4 ആയതുകൊണ്ട് എത്രയാണ്, 28 ആണ്. ഓക്കെ, 7 × 14 × 28
മറ്റേ എത്രയാണ് 10, 20, 40. ആ റേഷ്യോ ഓർത്താൽ 1:2:4 ആണ്, നോട്ട് 3. അപ്പൊ എന്താ, ഒന്ന് 7ന്റെ ഗുണപട്ടിക, മറ്റൊന്നാണ് 10ന്റെ ഗുണപട്ടിക. ഓക്കെ, 10, 20, 30 ഇല്ല, 40. കാരണം എന്താ, 1:2:4 ആണ് റേഷ്യോ. ഓക്കെ ആണല്ലോ, 4 ആണ് റേഷ്യോ എന്നുള്ള ഓർത്ത് വെക്കാം. സിറ്റി വോൾസിനാണെങ്കിൽ 10:20:40. അതുപോലെ തന്നെ വീടുകൾക്കാണെങ്കിൽ എത്രയാണ്, 7, 14, 28 എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഹൗസസിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ബാത്റൂംസ്, ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് അതിലൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെടുത്ത് നോക്കുമ്പോൾ വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന സംഭവങ്ങൾ, വാട്ടർ ഹാർവെസ്റ്റിംഗ്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ 2 സൈറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയാം എന്തൊക്കെയാണ്, മോഹൻജദാരയും ധോളവീരയുമാണ്. നിങ്ങൾക്കറിയാം. ഈ മോഹൻജദാരോ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ലാർജസ്റ്റ് നമ്പർ ഓഫ് വെൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് വെൽസ് നമുക്ക് ലഭിച്ചിട്ടുള്ള, വെൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കിണർ ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്, മോഹൻജദാരോയിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തൊട്ടടുത്ത് എന്തുണ്ട്, പുഴയുണ്ട് അല്ലെ, റിവർ ഉണ്ട്. എന്നിരുന്നാൽ പോലും യു ക്യാൻ സീ ലാർജ് നമ്പർ ഓഫ് വെൽസ്. ഒരുപാട് വെൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മോഹൻജദാരോയില് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഹാരപ്പ നോക്കിയാൽ ഹാരപ്പയില് അത്ര കിണറുകളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആകെ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു റിസർവോയർ പോലെ തോന്നുന്ന ഒരു സാധനം എവിടെയുണ്ട്, ഹാരപ്പയിലുണ്ട്. റിസർവോയർ പോലെ തോന്നുന്നു. പക്ഷെ വലിയ ഈ പറയുന്ന വാട്ടർ ഹാർവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളോ അല്ലെങ്കിൽ വാട്ടർ റിസർവോയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എവിടെയില്ല, ഹാരപ്പനിലില്ല. എവിടെയുണ്ട്, മോഹൻജദാരോയിലുണ്ട്. എന്താ ഉള്ളത്, കിണറുകളുണ്ട്. ഓക്കെ, ധോളവീര എന്നുള്ള സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും, നല്ല രീതിയിലുള്ള വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും, ധോളവീര. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ധോളവീരയുടെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ടൗൺ പ്ലാനിങ് എടുത്തു നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ പെടാത്തവരാണ് ധോളവീര. കാരണം എന്താ, ഇപ്പാണ് പറഞ്ഞിട്ടുള്ളൂ. എന്താ കാര്യം, ധോളവീരയില് എന്തുണ്ട്, കാസ്റ്റിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റാഡൽ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, മിഡിൽ ടൗൺ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ട്, ലോവർ ടൗൺ ഉണ്ട്. വേറെ എവിടെയും ആ സാധനമില്ല. ആൻഡ് വാട്ടർ റിസർവോയർ അത് എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെയുണ്ട്, ഒരു ഇംപ്രസീവ് വാട്ടർ റിസർവോയർ ഇവിടെയുണ്ട്. 1, 2 അല്ല, ഒരുപാടുണ്ട്. എവിടെയുണ്ട്, ധോളവീരയിലുണ്ട്. സ്ഥലം ഓർത്തു വെച്ചോ, ധോളവീര. ഇതല്ലാതെ ചിലപ്പോൾ ഒരു സാധനം കൂടി ചോദിക്കാം, സ്മോൾ വെൽസ്, ചെറിയ മുഖവട്ടത്തോട് കൂടിയിട്ടുള്ള കിണറുകളുള്ള സ്ഥലം എന്നും ചോദിക്കാം. ഉണ്ട്, അങ്ങനെയുണ്ട്. അലാദിനോ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അലാദിനോ എന്ന് പറയുന്ന സൈറ്റ്, ആ സൈറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോദ്യം അങ്ങനെയും വരാം, ഓപ്ഷൻസ് തരും. അപ്പൊ അലാദിനോനെ പറ്റിയിട്ട് ആരും പറഞ്ഞില്ല, ഞാൻ എവിടെയും വായിച്ചില്ല എന്നൊന്നും ആരും പറയരുത്. അലാദിനോ എന്ന് പറയുന്ന സൈറ്റില് കിണറുകളുണ്ട്. ആ കിണറുകളുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, ചെറിയ എന്താ മുഖവട്ടത്തോട് കൂടിയിട്ടുള്ള, അതായത് നമ്മുടെ കിണറിന്റെ ആ ഒരു ഫേസില് ചെറിയ ഫേസ് ഉള്ളത് എവിടെയാണുള്ളത്, അലാദിനോയിലാണ് ഉള്ളത് എന്നും കൂടി ഓർത്തു വെക്കണം. അപ്പൊ ഈ പറയുന്ന 3 സ്ഥലങ്ങൾ ഓർത്തു വെക്കുക, മോഹൻജദാരോ, ധോളവീര, അലാദിനോ. ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. NT ആണ് ചിലപ്പോൾ പറ്റിക്കും. ഓക്കെ, അതും കൂടി നിങ്ങളോട് ഞാൻ ഇപ്പൊ പറയാണ് വീണ്ടും, ഓപ്ഷൻസ് നോക്കിയിട്ട് മാത്രം. ഓക്കെ, ഇത് മോഹൻജദാരോയെ പറ്റിയിട്ടായിരുന്നു. മോഹൻജദാരോയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ട കാര്യം എത്രയാണ്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കാം. ഒന്ന്, അതിന് സിറ്റാഡൽ ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലോവർ ടൗൺ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹരപ്പയില് ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, കോളേജ് ഓഫ് പ്രീസ്റ്റ്, ഇത് 3 കിടക്കുന്ന എവിടെയാണ്, ഇത് 3 കിടക്കുന്നത് മോഹൻജദാരോയിലാണ്. അത് മോഹൻജദാരോയിലെ സിറ്റാഡലിന്റെ നോർത്ത് ഭാഗത്താണ് അത് കിടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, സിറ്റാഡലിന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്, ഈ പറയുന്ന ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, കോളേജ്, ഇവയൊക്കെ കാണാൻ പറ്റുന്ന എവിടെയാണ്, നോർത്ത് ഭാഗത്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇതാണ് അതിന്റെ യഥാർത്ഥ ഭാഗം. അതായത് അതിന്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കിടക്കുന്നത്, ഈ പറയുന്ന മുകളിലായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, കോളേജ് ഓഫ് പ്രീസ്റ്റ്. ഇതൊക്കെ സിറ്റാഡലിന്റെ എന്താ പറയുക, സിറ്റാഡലും ലോവർ ടൗൺ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതിലെന്ത് ചെയ്യാം, അതിന്റെ മുകളിൽ നോർത്ത് ഭാഗത്തായിട്ടാണ് ഇത് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്.
ആൻഡ് ഗ്രേറ്റ് ബാത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഗ്രേറ്റ് ബാത്ത് ആണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക, നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ്? ഇതിന്റെ നോർത്ത് സൈഡിൽ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണാൻ പറ്റും, സൗത്ത് സൈഡിൽ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിലേക്കുള്ള സ്റ്റെപ്പുകൾ എവിടെയാണ്? നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷനിലാണ് ഉള്ളത്. എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷനിലേക്കാണ് അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിറ്റുമിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ താഴെ, അതായത് വാട്ടർ എന്ത് ചെയ്യും, അതിങ്ങനെ പ്ലാസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട്, വാട്ടർ പുറത്തേക്കൊന്നും പോവാതെ അതായത് അതിന്റെ അകത്ത് നിർത്താനും വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആൻഷ്യൻ ടെക്നോളജിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിലൊരു പ്രൂഫിംഗ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. അത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ബിറ്റുമിൻ യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്. ഗ്രേറ്റ് പാത്തിന്റെ എക്സ്റ്റൻഷനോ മെഷർമെന്റോ ഇതൊന്നുമല്ല. ഇതിന് നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഗ്രേറ്റ് പാത്ത് എവിടെയാണ്? സിറ്റാഡലിന്റെ, മോഹൻജദാരോ സിറ്റാഡലിന്റെ നോർത്ത് ഭാഗത്താണ്. അതൊന്ന് ഓർത്തു വെക്കാം. ആൻഡ് ഇതില് അതിന്റെ താഴത്ത് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? ഈ പറയുന്ന ബിറ്റുമിൻ യൂസ് ചെയ്തിട്ടാണ്, അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന വാട്ടർ പ്രൂഫിങ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ബാക്കി നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ എന്തുണ്ട്? ഡ്രസ്സ് മാറ്റാനും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു റൂമിലാണ് ഇതിലേക്കുള്ള വെള്ളം വരാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നത് ചെയ്യാം, നമുക്ക് ഓർത്തു വെക്കുക. അത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ അത്രയാണ്, 14.5 × 7 ആണ് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. പക്ഷെ ബിറ്റുമിൻ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ബിറ്റുമിനെ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. എന്തിനെ പറ്റി പറയുമ്പോൾ, ഗ്രേറ്റ് ബാത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ബിറ്റുമിനെ പറ്റിയിട്ടും കൂടി ഓർത്തു വെക്കണം. കോളേജ് ഓഫ് പ്രീസ്റ്റ് എന്താണ്? അതിന് നേരെ അപ്പുറത്ത് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ലാർജ് ബിൽഡിംഗ് ആണ്. അപ്പൊ കോളേജ് ഓഫ് പ്രീസ്റ്റ് എവിടെയാണുള്ളത്? അതും കിടക്കുന്ന എവിടെയാണ്? അതും ഉള്ളത് മോഹൻജദാരോയിലാണ് എന്ന് ഓർത്തു വെക്കുക. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എവിടെയാണ്? മോഹൻജദാരോയിലാണ്, സിറ്റാഡലിന്റെ നോർത്ത് ഭാഗത്താണ്. ജസ്റ്റ് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ്? ഒരു 10 മീറ്റർ സ്ക്വയർ കോർട്ട്യാർഡ് ഉണ്ട്, 3 വരാന്താസ് ഉണ്ട്, 2 സ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കോളേജ് ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രേറ്റ് ഗ്രാനറി, അടുത്ത പ്രധാനപ്പെട്ട ഉള്ള സംഭവമാണ് ഗ്രേറ്റ് ഗ്രാനറി എന്ന് പറയുന്നത്. അതും എവിടെയാണ് കിടക്കുന്നത്? നോർത്തിലാണ് എന്നുള്ള ഓർത്ത് വെക്കുക. ആൻഡ് ഇതില് ശരിക്കും ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എന്താണ്? റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ടുള്ള ചെറിയ നാരോ പാസേജും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. അതിൽ 2 എന്തുണ്ട്? നോർത്ത് ടു വെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നും എന്തുണ്ട്? 8 ഇതിലോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ? നോർത്ത് ടു സൗത്തും ആയിട്ട് എന്തുണ്ട്? പാസേജസ് ഉണ്ട്. അതിനിടയിലുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് എന്തുള്ളത്? ഗ്രാനറി ഉള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടുന്ന് നമ്മൾ ഇതിന്റെ പേര് ഗ്രാനറി എന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് എന്ത് കിട്ടിയിട്ടില്ല? ഗ്രെയിൻസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സോ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോ ഗ്രാനറിനെ പറ്റിയിട്ട് വരാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നമുക്ക് തെറ്റിക്കാനുള്ള ചോദ്യം എന്താ? അവിടുന്ന് ഗ്രെയിൻസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് പറയണം? അവിടുന്ന് ഗ്രെയിൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അവിടുന്ന് ഗ്രെയിൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. ഓക്കെ, ഗ്രേറ്റ് ഗ്രാനറിന്ന് ഗ്രെയിൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നുള്ള എന്താണ്? പിന്നെ ഒരു അസംബ്ലി ഹോൾ ആണുള്ളത്. ഓക്കെ, എന്നാൽ അസംബ്ലി ഹോൾ കിടക്കുന്ന എവിടെയാണ്? അത് സൗത്തിലാണ്, സിറ്റാഡലിന്റെ സൗത്തിലാണ്. അപ്പൊ നമ്മൾ ഇത്ര കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഹാരപ്പൻ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഗ്രേറ്റ് ബാത്ത് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്? ഗ്രേറ്റ് ഗ്രാനറി ഉണ്ട്, കോളേജ് ഓഫ് പ്രീസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്? നോർത്തിലാണ് കിടക്കുന്നത്, സിറ്റാഡലിന്റെ. അതല്ലാത്ത സൗത്തിൽ എന്താണ്? അസംബ്ലി ഹോള് മാത്രമാണ് ഉള്ളത്. ലോവർ ടൗൺ എന്നാണ് നമ്മളുടെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രീസ്റ്റ് കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രതിമ നമുക്ക് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ലോവർ ടൗൺ എന്നാണ്, അല്ലാതെ സിറ്റാഡൽ എന്നല്ല. ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർത്തു വെക്കണം. ആൻഡ് ലോവർ ടൗണിൽ വർക്ക്മെൻസ് ക്വാർട്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് കണക്കാക്കാനുള്ളത്. ഓക്കെ, എന്താ പറഞ്ഞത്? പ്രീസ്റ്റ് കിങ് എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ തെറ്റായിട്ട് ചോദിക്കും. പ്രീസ്റ്റ് കിങ് കിട്ടിയിട്ടുള്ളത് സിറ്റാഡൽ എന്നാണ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ തരും. മറ്റേ അസേഷൻ ആൻഡ് റീസണിങ് എന്ന് പറയുന്നതിൽ നമുക്ക് ചിലപ്പോൾ തരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. എന്താണ്? ഈ പറയുന്ന പ്രീസ്റ്റ് കിങ്ങിന്റെ ഇത് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? സിറ്റാഡൽ ഏരിയയിൽ നിന്നാണ്. രണ്ടാമത്തത് പ്രീസ്റ്റ് കിങ് കാണിക്കുന്ന എന്താണ്? ഇതൊരു പുരോഹിത ബേസ് ചെയ്തിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് എന്നുള്ള രീതിയിൽ ഒരു സൂചന തരുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ തരാം. അപ്പൊ പ്രീസ്റ്റ് കിങ് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? സിറ്റാഡൽ നിന്നാണോ? അല്ല. അത് എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? അത് കിട്ടിയിട്ടുള്ളത്
ഈ പറയുന്ന ലോവർ ടൗണിലെ ഡികെ ഏരിയ എന്നാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ക്രിസ്റ്റലിംഗ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് ഓർക്കാനുള്ളത്, ഹാരപ്പയെ പറ്റിയിട്ട് മോഹൻജദാരോയെ പറ്റിയിട്ട് ഓർക്കാനുള്ളത്. ഇനി അടുത്ത സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ കിടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു പാലിയോഗ്രാം എന്നുള്ള രീതിയിൽ, പാരലോലിയോഗ്രാം എന്നുള്ള രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ കിടക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. ഗംഗി നദിയുടെ തീരത്താണ് എന്ത് കിടക്കുന്നത്, ഹാരപ്പ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടുന്ന് നമുക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന ത്രഷിംഗ് പ്ലാറ്റ്ഫോം ആണ്. ത്രഷിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്രെയിൻസ് ഒക്കെ ത്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ത്രഷിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ വട്ടത്തിൽ നല്ല രീതിയിൽ ബ്രിക്സ് ഒക്കെ ലേ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ത്രഷിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, ഗ്രെയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഹസ്ക് ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് ഈ പറയുന്ന ത്രഷിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നമുക്കൊരു ഗ്രാനറി ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ എന്ത് ലഭിച്ചിട്ടുണ്ട്, ഗ്രാനറി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രാനറിന്ന് എന്ത് ലഭിച്ചിട്ടില്ല, ഗ്രെയിൻസ് ലഭിച്ചിട്ടില്ല. അപ്പൊ ഹാരപ്പയിൽ നിന്നുള്ള ഗ്രാനറിന്നും മോഹൻജദാരോയിൽ നിന്നുള്ള ഗ്രാനറിയിൽ നിന്നൊന്നും നമുക്ക് എന്ത് ലഭിച്ചിട്ടില്ല, ഗ്രെയിൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, കാലിബഗ്. അതൊരു ബ്ലാക്ക് ബാംഗിൾസ് എന്നുള്ള രീതിയിലാണ്, രാജസ്ഥാനിലാണ് കിട്ടിയിട്ടുള്ളത്. ഓർത്തു വെക്കുക, ഇവിടെയാണ് പറയാൻ പോകുന്ന കാര്യം, ഓർത്തു വെക്കുക. അമലാനന്ദ ഘോഷാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന കാലിബഗൻ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ്, അമലാനന്ദ ഘോഷ്. അപ്പോ കാലിബഗൻ നിങ്ങളുടെ കയ്യിൽ എന്നെ കാണുന്നവരുണ്ട്, അവരെന്ത് ചെയ്യാം, ഈ പറയുന്ന കാലിബഗൻ എന്ന് എഴുതിയിട്ട് അതിന് നേരെ ആരും കൂടി എഴുതി വെക്കണം, അമലാനന്ദ ഘോഷിനെയും കൂടി എഴുതി വെക്കണം. അതിന്റെ കൂടെ പിന്നീട് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളതാണ് പി ലാലു, കെ തപ്പറും. അപ്പൊ ഇവരൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കാലിബംഗൻ എന്ന് പറയുന്ന സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും കൂടി ഓർത്തു വെക്കണം. അമലാനന്ദ ഘോഷും അതുപോലെ തന്നെ പി ലാൽ, കെ തപ്പർ എന്ന് പറയുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, രാജസ്ഥാനിലാണ്. ഡ്രൈഡ് ആയിട്ടുള്ള ഗംഗർ റിവറിന്റെ തീരത്താണ് എന്ത് കിടക്കുന്നത്, കാലിബംഗൻ കിടക്കുന്നത്. ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് സിറ്റാഡൽ പോലുള്ള പ്രദേശങ്ങളെ കാണാൻ പറ്റും. ഒന്ന് KLB1 അതുപോലെ തന്നെ എന്താണ് KLB2 എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ മാപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞ് മൗണ്ട് കൂടെ ഇതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഒരു വലിയ മൗണ്ട് ഉണ്ട്, രണ്ടാമത് ചെറിയ മൗണ്ട് ഉണ്ട്. അതായത് ഫസ്റ്റത്തെ എന്താണ്, സിറ്റാഡൽ ആണ്, രണ്ടാമത്തെ എന്താണ്, ലോവർ ടൗൺ ആയിട്ടാണ് കിടക്കുന്നത്. അതല്ലാത്ത എന്താണ്, ഒരു ചെറിയ ഒരു മൗണ്ട് കൂടിയുണ്ട്. അതിന്റെ പേര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഫയർ അൽത്താസ് മാത്രമുള്ള ഒരു പ്രദേശമാണ്. ഓക്കെ, ഫയർ അൽത്താസ് മാത്രമുള്ള ഒരു പ്രദേശമാണ്. ആൻഡ് ഇവിടെ റെഡിൽ ഇട്ടിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. റെഡിൽ ഇട്ടിട്ടുള്ളത് എന്താണ്, ബോത്ത് സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ വർ ഫോർട്ടിഫൈഡ്. കുറിച്ചു വെച്ചോ, എന്നെ കാണുന്നവരുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോളൂ. സിറ്റാഡൽ കോംപ്ലക്സും ലോവർ ടൗണും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കണം. കാലിബാഗൻ എന്ന് പറയുന്ന സൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സിറ്റാഡൽ കോംപ്ലക്സും ലോവർ ടൗണും എന്താണ്, ഫോർട്ടിഫൈഡ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓർത്തു വെച്ചോളൂ. ഓക്കെ, ഇതാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് എന്താണ് KLB എന്ന് പറയുന്ന നമ്മുടെ കോംപ്ലക്സ്. ദെൻ ലോവർ ടൗൺ ഉണ്ട്, വലിയ മൗണ്ട് ഉണ്ട്. ദെൻ ചെറിയ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കുഞ്ഞു മൗണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെന്താ, റിച്വൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏതെന്ന് പറയുന്നത്, ഈ കുഞ്ഞു മൗണ്ട് എന്ന് പറയുന്ന ഫയർ അൽത്താസ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതില് ഫസ്റ്റ് മൗണ്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ ഭാഗത്തുള്ള മൗണ്ട് KLBB എന്നുള്ള എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിന്റെ അകത്തന്നെ നോക്കുമ്പോൾ കാണാൻ കഴിയും കുറെ എന്തുണ്ട്, ഫയർ അൽത്താസ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് KLB. അതായത് കാലിബംഗൻ പി എന്ന് പറയുന്ന സിറ്റാഡൽ മൗണ്ട് എന്ന് പറയുന്നത്. അതിൽ 7 ക്ലേ പ്ലാസ്റ്റേർഡ് പിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടുത്ത് എന്തില്ല,
അതിന്റെ അടുത്ത് ഈ പറയുന്ന വെൽസും അതുപോലെ തന്നെ പാത്ത് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ പറയുന്നത് എന്തായിട്ടാണ് പറയുന്നത്? ഇതൊരു കമ്മ്യൂണിറ്റി റിച്വൽസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഓർത്തു വെച്ചോളൂ, കമ്മ്യൂണിറ്റി റിച്വൽസുമായി ഹാരപ്പൻ സിവിലൈസേഷനിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സൈറ്റ് ഏതാണ്? കമ്മ്യൂണിറ്റി റിച്വൽസുമായി ഹാരപ്പൻ സിവിലൈസേഷനിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സൈറ്റ് ഏതാണ്? ചോദ്യം ഉണ്ടാവും. ഏതാ സൈറ്റ് ഏതാ? കാലിബംഗൻ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഫയർ അൽത്താസ് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കാലിബംഗൻ ആണ്. ഓക്കെ. അതും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഓക്കെ. ഫയർ അൽത്താസ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ബറിയൽസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബറിയൽ ഗ്രൗണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റാഡലിന്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് ബറിയൽ ഗ്രൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് എന്ത് ലഭിച്ചിട്ടില്ല? ഹ്യൂമൻ റിമൈൻസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹ്യൂമൻ റിമൈൻസ് ഒന്നുമല്ല, ബറിയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലോവർ ടൗൺ എടുത്ത് നോക്കുക, അത് സിറ്റാഡലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ലോവർ ടൗൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും എന്താണ്? ഹാരപ്പയെ പോലെ തന്നെ പാരലോലിയോഗ്രാം ആയിട്ടാണ് അതിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടുന്ന് നമുക്ക് ഒബ്ലോങ് ഫയർ അൽത്താസ്, ആ ടേം നിങ്ങൾ ഓർത്തു വെച്ചോ. എന്താണ്? ഒബ്ലോങ് ഫയർ അൽത്താസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഈ ടേംസ് ഒക്കെ ഇങ്ങനെ ഓർത്ത് എങ്ങനെ പഠിക്കാനാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ആകെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഓർക്കാനുള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒബ്ലോങ് ഫയർ അൽത്താസ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? കാലിബംഗൻ. ഫയർ അൽത്താസ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളതാണ് കാലിബംഗൻ. ഒബ്ലോങ് ഫയർ അൽത്താസ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? കാലിബംഗൻ. അത്രേ ഉള്ളൂ ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം ഫോറം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏർലി ഹാരപ്പൻ ഫേസിൽ എവിടുന്ന് ലഭിച്ചിട്ടുണ്ട്? ഈ പറയുന്ന കാലിബംഗൻ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഉഴവു ചാല് നമുക്ക് ലഭിച്ചതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാങ്കിൾ മേക്കിംഗ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിൾ മേക്കാണ്. ആൻഡ് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്ന് കുറിച്ചു വെച്ചോ. ഐവറി കോമ്പ്. അപ്പൊ ഇതിന്റെ മുന്നേ എന്നെ ശ്രമിച്ചവര് കേട്ടിട്ടുണ്ടായിരിക്കും റഹ്മാൻ ദേരി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഐവറി സീൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഐവറി സീൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഐവറി കോമ്പ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. കാലിബംഗൻ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഐവറി കോമ്പ് ലഭിച്ചിട്ടുണ്ട്. ഒരു കോപ്പർ ബഫല്ലോ ഓർ ബുള്ള് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റോൺ ഫാലിക് എംബ്ലം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഒരു ടെറാക്കോട്ട ഫിഗറിൻസ്, അതിന്മേൽ എന്തുണ്ട്? ഹോണ്ട് ഡൈറ്റിയുടെ പിക്ചേഴ്സ് ഉള്ള ഫിഗർ അത് ഉള്ള ഒരു ടെറാക്കോട്ട ഫ്രാഗ്മെന്റും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓർത്തു വെക്കാം, കാലിബംഗൻ, ഐവറി കോമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, കോപ്പർ ബഫലോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ഒരു സൈറ്റ് ആണ് ചൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് ആണ്. ആ ഒരു വാക്ക് ചൻഹുദാരോ എന്ന് പറയുമ്പോൾ തന്നെ NG മജുന്ദർ എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? ഓർക്കാൻ പറ്റും. ചൻഹു, അതുപോലെ മസുന്ദർ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. NG മസുന്ദറും അതുപോലെ തന്നെ ഈ മാക്വേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചൻഹുദാരോ എന്ന് പറയുന്ന സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്തില്ല? ഫോർട്ടിഫിക്കേഷൻസ് ഇല്ല. ആകെ ഉള്ളത് ഒരു മൗണ്ട് ആണ്. ആ ഒരു മൗണ്ടിന് എന്തില്ല? ഫോർട്ടിഫിക്കേഷൻസ് ഇല്ല. ഓക്കെ. ചൻഹുദാരോ എന്താണ്? ആകെയുള്ള ഒരു സിംഗിൾ മൗണ്ട് ആണ്, അതിനെന്തില്ല? ഫോർട്ടിഫിക്കേഷൻ ഇല്ല. ഇവിടുത്തെ ബീഡ് ഫാക്ടറി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹ്യൂമൻ സാക്രിഫൈസിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചൻഹുദാരോ എന്ന് പറയുന്നത്. ഹ്യൂമൻ സാക്രിഫൈസിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചൻഹുദാരോ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ബൻവാലി, അറിയാനുള്ള മറ്റൊരു സൈറ്റ് ആണ് ബൻവാലി എന്ന് പറയുന്ന സൈറ്റ്. അത് ഹിസാർ ഹരിയാനയിലെ ഹിസാർ എന്നാണ് ലഭിച്ചിട്ടുള്ളത്. ബൻവാലി എന്ന് പറയുന്ന അതേ അക്ഷരത്തിൽ തന്നെ ബിഷ്ടിനെ ഓർത്തു വെക്കുക. അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ബിഷ്ടാണ്. ബിഷ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഏർലി മേച്വർ ലേറ്റ് ഹാരപ്പൻ സൈറ്റുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബൻവാലി എന്ന് പറയുന്നത്. അവിടെ ഏർലി ഉണ്ട്, മേച്വർ ഉണ്ട്, ലേറ്റ് ഹാരപ്പൻ ഉണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബൻവാലി എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ബിഷ്ടാണ്. RS ബിഷ്ടാണ് അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടെ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ചബുതാസ് എന്ന് പറയുന്ന, അതായത് മഡ് ബ്രിക്സ് കൊണ്ട് യൂസ് ചെയ്യുന്ന വലിയ അടുപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് ഇവിടെ ഒരു കുറച്ചും കൂടി ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള റൈസിഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സാധനമാണ് ചബൂത്താസ് എന്ന് പറയുന്നത്. അതും എവിടുന്ന് ലഭിച്ചിട്ടുണ്ട്? ബൻവാലിസ് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി റൂംഡ് ഹൗസ് ലഭിച്ചിട്ടുണ്ട്. വാഷ് ബിന്നുള്ള ഒരു മൾട്ടി റൂം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ജ്വല്ലേഴ്സ് ഹൗസ് നമുക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബൻവാലി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സംഭവം എന്താ? പ്ലഫിന്റെ ഒരു ടെറാക്കോട്ട മോഡൽ ലഭിച്ചിട്ടുള്ള സൈറ്റ് ഏതാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതെന്ന് പറയുന്നത്. ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലഫ്. ഈ ബോക്സ് തന്നിട്ട് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് കാണാൻ പറ്റും എന്താ? ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലഫ്. ഒന്നും മടിക്കരുത്, നേരെ കുറ്റിക്കോണം. ആര്? ബൻവാലി എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബൻവാലി എന്നാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലഫ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലഫ് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? ബൻവാലി എന്നാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ്? ബൻവാലി. ഓക്കെ, ഇവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഫയർ അൽത്താസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഫയർ അൽത്താസ് എന്തുമായിട്ട്? ഒരു അപ്സൈഡൽ സ്ട്രക്ചറുമായിട്ട്, ഈ ചിത്രത്തിൽ കാണുന്ന സാധനമുണ്ട്. സോ ഒരു അപ്സൈഡൽ സ്ട്രക്ചറുമായിട്ട് ഫയർ അൽത്താസ് എവിടുന്ന് കിട്ടിയിട്ടുണ്ട്? ബൻവാലിന്ന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സൈറ്റ് ആണ് ഹരിയാനയിൽ നിന്നുള്ള രാഖി ഗർഗി എന്ന് പറയുന്ന സൈറ്റ്. ഇവിടുന്ന് നമ്മൾ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ലപ്പീറ്ററി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രാഫ്റ്റ് സ്പെഷ്യലൈസ്ഡ് സൈറ്റ് ആണ് എന്ന് പറയുന്നത് രാഖി ഗർഗി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു ബോണിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐവറി മേക്കിംഗ്, ഇതൊക്കെ ബന്ധപ്പെട്ട ഐവറി വർക്കിംഗ് ഒക്കെ ബന്ധപ്പെട്ട ഒരു സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് രാഖി ഗർഹി എന്ന് പറയുന്നത്. വുഡൻ കോഫിൻ ലഭിച്ചിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ ലഭിച്ചിട്ടുള്ള സൈറ്റ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? രാഖി ഗർഹിയാണ്. രാഖി ഗർഹി എന്നാണ് നമുക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? വുഡൻ കോഫിൻ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, വുഡൻ കോഫിൻ ലഭിച്ചിട്ടുള്ള സ്ഥലം എവിടെയാണ്? രാഖി ഗർഹിയാണ്. ദെൻ ലോത്തൽ, അടുത്ത സൈറ്റ് ഏതാണ്? ലോത്തൽ പ്രധാനപ്പെട്ട സൈറ്റ് ആണ് ലോത്തൽ എന്ന് പറയുന്നത്. ലോത്തല് എടുത്തു നോക്കുമ്പോൾ ലോത്തല് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള SR റാവു ആണ്. റാവു അദ്ദേഹം തന്നെ ഇതിനെ വിളിക്കുന്നത്, അതിന്റെ സിറ്റാഡലിനെ വിളിക്കുന്നത് എന്താണ്? അക്രോപോളിസ് എന്നുള്ളതാണ്. അക്രോപോളിസ് എന്നുള്ളതാണ് ലോത്തലിനെ വിളിക്കുന്നത്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ലോത്തലിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോത്തലിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ടൗൺ പ്ലാനിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോത്തലിനെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു അതുണ്ടായിരുന്നത്? എന്തായിരുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായി? എന്താ? ലോത്തലിന് എന്തില്ല? സെപ്പറേറ്റ് ആയിട്ട് സിറ്റാഡലും അതുപോലെ തന്നെ എന്തുമില്ല? ലോവർ ടൗണും ഇല്ല. അതൊക്കെ ഏതിന്റെ അകത്ത് തന്നെയാണ്? ഒരൊറ്റ കോംപ്ലക്സിന്റെ അകത്ത് തന്നെയാണ് അതൊക്കെ കിടക്കുന്നത്. സോ അതിൽ സിറ്റാഡലിന് അദ്ദേഹം വിളിക്കുന്ന എന്താണ്? അക്രോപോളിസ് എന്നുള്ള പദമാണ് ആര് യൂസ് ചെയ്തിട്ടുള്ളത്? SR റാവു യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അക്രോപോളിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതില് നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒരു ബസാർ സ്ട്രീറ്റ് നമുക്ക് എവിടുന്ന് ലഭിച്ചിട്ടുണ്ട്? ഈ പറയുന്ന ലോത്തൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കവറി എന്ന് പറയുന്നത് എന്താണ്? ഡോക്യാർഡ് ആണ്. ഡോക്യാർഡ് അല്ലെ? ഡോക്യാർഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കവറി എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ ചില ആൾക്കാർ വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു വാട്ടർ റിസർവയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്ന എന്താണ്? ഡോക്യാർഡ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഈ ഒരു ടാങ്കിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഒരു ഷേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ ട്രെപ്സോയിഡിയൽ ബേസിനാണ്. അതിന്റെ ഒരു ഷേപ്പും എന്താണ്? ട്രെപ്സോയിഡിയൽ ബേസിനാണ്. അതേ ഷേപ്പ് തന്നെയാണ് അതിന്റെ നമ്മുടെ അക്രോപോളിസിന്റെ ഷേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ട്രെപ്സോയിഡിയൻ ആണ്. ആൻഡ് ഇത് എവിടെയാണ് കിടക്കുന്നത്? ലോത്തലിന്റെ ഈസ്റ്റേൺ എഡ്ജിലാണ് എന്ത് കിടക്കുന്നത്? ഈ ഒരു ഡോക്യാർഡ് കിടക്കുന്നത്. ഓക്കെ, ഈസ്റ്റേൺ എഡ്ജിലാണ് എന്ത് കിടക്കുന്നത്? ഡോക്യാർഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള സൈറ്റാണ് ഏതെന്ന് പറയുന്നത്? ധൊളവീര. ഏറ്റവും കൂടുതൽ മോഹൻജദാരി ഹാരപ്പൊക്കെ പണ്ട് ഒരുപാട് ചോദിക്കാറുണ്ടായിരുന്നു. റീസെന്റ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ധൊളവീര. ഓക്കെ, സോ ഈ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത് ശരിക്കും എവിടെയാണ് കിടക്കുന്നത്? കച്ചിലാണ് ഈ ഒരു സൈറ്റ് കിടക്കുന്നത്, കച്ചിൽ. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് എല്ലായിടത്തും മഡ് ബ്രിക്സ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്?
സാൻഡ്സ്റ്റോൺ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്താണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? സാൻഡ്സ്റ്റോൺ ആണ് ഏറ്റവും കൂടുതൽ എവിടെ യൂസ് ചെയ്യുന്നത്? ധോലവീരയിൽ യൂസ് ചെയ്യുന്നത് സാൻഡ്സ്റ്റോൺ. ഓക്കെ, ആണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ആരാണ്? ജെബി ജോഷിയാണ്. ജെബി ജോഷിയാണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത എന്താണോ. ഇതിന്റെ ലേ ഔട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ലേ ഔട്ട് ഇതാണ്, ഈ സൈഡിലുള്ളതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഈ ലേ ഔട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. എന്താണ് ലേ ഔട്ടിൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ മിഡിൽ ടൗൺ ഉണ്ട് അല്ലെ, മിഡിൽ ടൗൺ ഉണ്ട്. ഇവിടെ സിറ്റാഡൽ ഏരിയ ഉണ്ട്. ആൻഡ് ഇവിടെ ബെയിലി ഏരിയ എന്ന് പറയുന്ന സാധനമുണ്ട്. സിറ്റാഡൽ കാസ്റ്റ് എന്നൊക്കെയാണ് അതിനെ പറയാറ്. ആൻഡ് ഇതിനിടയിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഞാൻ ഇപ്പോഴത്തെ നോക്കുമ്പോൾ എന്താണ് സ്ട്രീറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് ഏത് സൈറ്റ് ഉള്ളത്, ഈ ഒരു സൈറ്റ് ഉള്ളത്. ഇതിൽ ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യാം, റിസർവോയർ ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ഒരുപാട് ഡാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ധോളവീരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് ഡാംസ് ഒക്കെ ഉള്ള ഒരു സൈറ്റ് ആണ് ധോളവീര എന്ന് പറയുന്നത്. ഈ ഒരു മാപ്പ് നിങ്ങളുടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രൂപം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിൽ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഒന്ന് ഓർത്താൽ മതി, ധോളവീര എന്ന് പറയുന്നത് വാട്ടർ റിസർവോയർ ഈ ഒരു മാപ്പിൽ തന്നെ ഉണ്ട്. ഏർലിയസ്റ്റ് റിസർവോയർ ഇതാ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സോറി, ഇതാ ഏർലിയസ്റ്റ് റിസർവോയർ ഇവിടെതാണ്. റിസർവോയർക്കുള്ള സ്റ്റെപ്പുകൾ വിത്ത് സ്റ്റെപ്പ് കണ്ടില്ലേ. ആൻഡ് ഈ സൈഡിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡാം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്രയും വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉള്ള ഒരു സൈറ്റ്, ഏർലി ഹാർപ്പൻ ഒരു ഏർലി സിവിലൈസേഷൻ ഉള്ള സൈറ്റ് ഏതാ വെച്ചാൽ അതൊക്കെ ഏതാണ്? ഈ പറയുന്ന ഹാരപ്പനിലുള്ള നമ്മുടെ ധോളവീര എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം, ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഇതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ലേ ഔട്ട് അതിന്റെ ടൗൺ പ്ലാനിങ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ധോളവീരയിൽ കാണാൻ കഴിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കാസ്റ്റൽ ഏരിയ ആണ്, ഒരു ബെയിലി ഏരിയ ആണ്. ഓക്കെ, ബെയിലി ഏരിയ അല്ലെങ്കിൽ കാസ്റ്റൽ ഏരിയ എന്ന് പറയുന്ന കാര്യമുണ്ട്. ആൻഡ് ഇതിന് ഈസ്റ്റിലാണ് എന്ത് കിടക്കുന്നത്, ഇതിന്റെ ലോവർ സിറ്റി കിടക്കുന്നത്. അതിന്റെ ഇടയിലായിട്ട് ഒരു ലാർജ് ഓപ്പൺ ഏരിയ ഉണ്ട്. ലാർജ് ഓപ്പൺ ഏരിയ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ഓപ്പൺ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം അതിനെ സ്പെഷ്യൽ സെറമോണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മിഡിൽ ടൗൺ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശം കിടക്കുന്നത്. ഓക്കെ, അതാണ് ഇതിനൊരു പ്രത്യേകത. മിഡിൽ ടൗൺ ഉണ്ട്, കാസ്റ്റൽ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ലോവർ ടൗൺ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്ത പ്രത്യേകത സൈൻ ബോർഡ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സൈൻ ബോർഡ് എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? 10 സിമ്പിൾസ് ഉള്ള വലിയൊരു സൈൻ ബോർഡ് എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? അതും ആൻസർ എന്താണ്? ധോളവീര എന്നാണ്. അപ്പൊ ഓർത്ത് വെക്കുക എന്തൊക്കെയുണ്ട്. ഒരു ഫാളൻ സൈൻ ബോർഡ് എവിടുന്നാണ്? ധോളവീര എന്നാണ്. ആണല്ലോ. അതില് ജിപ്സം പേസ്റ്റ് കൊണ്ട് എന്ത് ചെയ്തിട്ടുള്ള ഒരു ഉഡൻ ബോർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ജിപ്സം പേസ്റ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൈനുകളൊക്കെ. ഓക്കെ, ആൻഡ് 10 സിമ്പിൾസ് ഉണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. വലിയ 10 സിമ്പിൾസ് ഉണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇതാണ് റിസർവോയർ എന്ന് പറയുന്നത്. ഈ ഒരു റിസർവോയർ മാത്രമല്ല, ഒരുപാട് റിസർവോയേഴ്സ് എവിടെയുണ്ട്? ധോളവീരയിലുണ്ട് എന്നും കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഒരു കുഞ്ഞ് സൈറ്റ് ഉണ്ട്, അലാദിനോ എന്ന് പറയുന്ന സൈറ്റ്. ആൻഡ് ഇതൊരു ഫോർട്ടിഫൈഡ് സൈറ്റ് ഒന്നുമല്ല. അലാദിനോ എന്ന് പറയുന്നത് കറാച്ചിയിലാണ്, കറാച്ചിക്ക് അടുത്താണ് ഈ ഒരു സൈറ്റ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ജാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്വർണത്തിന്റെയും കാർണീലിയന്റെയും അഗൈറ്റിന്റെയും ഇതിലൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഴയ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കഴുത്തിലൊരു മാല കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നല്ല എന്ത് കാർണീലിയന്റെ ഇതായിട്ടുള്ള മാല ഉണ്ടായിരുന്നു. ഇതൊക്കെ ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ലാപ്പിസ് ലാസിയുളിയുടെ മാല. ഇതൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന എവിടുന്നാണ്? അലാദിനോ എന്നാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കാർണീലിയൻ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 36 ലോങ് കാർണീലിയൻ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെക്ലേസ് എന്ന് പറയുന്നത് അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെ വായവട്ടമുള്ള കിണറുകൾ, ചെറിയ ഡയമീറ്ററിലുള്ള കിണറുകളുള്ള ഒരു സൈറ്റ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് അലാദിനോ എന്ന് പറയുന്ന സൈറ്റ്. ഓക്കെ, സോ ഒരു ചോദ്യം ഇതാണ്, താഴെ പറയുന്നതില് വലിയ എഴുത്തോട് കൂടിയിട്ടുള്ള ഒരു ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൻസർ ഏതായിരിക്കും? ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഏതായിരിക്കും ഉത്തരം?
നിങ്ങൾ കാണുമ്പോൾ ഉത്തരം കമന്റ് ചെയ്യും. നമ്മൾ തൊട്ടു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതാണ് എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഉത്തരം എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു ചെറിയ ഒരു രൂപമാണ്. ജസ്റ്റ് അതിന്റെ വർഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോക്കി നോക്കും. മോഹൻജദാരോ ആർ.ഡി. ബാനർജിയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗ്രേറ്റ് പാത്ത് ഉണ്ട്, കോളേജ് ഓഫ് പ്രീസ്റ്റ് ഉണ്ട്, ഗ്രേറ്റ് കാനറി ഉണ്ട്, അസംബ്ലി ഹാൾ ഉണ്ട്. ഹാരപ്പ എടുത്തു നോക്കുമ്പോൾ എന്താണ്, സിറ്റാഡൽ ഉണ്ട് അല്ലെ, അതിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാരലലിയോഗ്രാം ആണ്. ദെൻ വോക്സ്മാൻ ക്വാർട്ടേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ത്രഷിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, എന്തുണ്ട്, ഗ്രാനറി അവിടെ ലഭിച്ചിട്ടുണ്ട്. കാലിബാഗ് നമുക്കറിയാം ആരാണ്, റോഷാണ്, നമ്മൾ പഠിച്ചു. ഫൈറോൾ തേഴ്സ് അവിടെ ഉണ്ട് അറിയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, സിറ്റാഡിലും ലോവർ ടൗൺ ഫോർട്ടിഫൈഡ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം എന്നുള്ളതാണ്. ചൻഹുദാർ മജുന്ദർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഈ മാക്വേൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബീഡ് ഫാക്ടറി ഉണ്ട്. ഹ്യൂമൻ സാക്രിഫൈസിന്റെ എവിഡൻസ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ദെൻ ബൻവാലി വിഷ്ട്, അറഷ് വിഷ്ട് എന്നുള്ളതാണ്. ഇതാണ് ഏർലി മെച്ചോ ലേറ്റ് ഹാരപ്പൻ ഫേസുകൾ കാണാൻ പറ്റും. ജ്വല്ലേഴ്സ് ഹൗസ് ഇതൊക്കെ കിടക്കുന്ന എവിടെയാണ്, ബൻവാലിയിലാണ്. റാക്കിഗറി ഇതും എന്താണ്, ഈ പറയുന്ന ഹരിയാനയിലുള്ള ഒരു സൈറ്റ് ആണ് റാക്കിഗറി എന്ന് പറയുന്നത്. അതിന് ഇവിടുത്തെ വുഡൻ കോഫി എന്ത് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ദെൻ എന്താണ്, ലോത്തലുണ്ട്. ലോത്തൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, SR റാവു ആണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്കിയ, ബസാർ സ്ട്രീറ്റ് ഇതൊക്കെ എവിടുന്നാണ്, അവിടുന്നാണ്. ആൻഡ് ദോളപീര, JP ജോഷിനെ ഓർത്തണം. സാൻഡ് സ്റ്റോൺ ഓർത്തു വെക്കണം. ആൻഡ് ലേ ഔട്ട്, അതിന്റെ ലേ ഔട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ലേ ഔട്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സൈൻ ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, വാട്ടർ റിസർവയർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആരെ ഓർക്കുമ്പോൾ, ധോളപീരിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർത്തു വെക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം ഉറപ്പാണ്. ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം JRF ക്രാക്ക് ചെയ്യുന്നവരാണെങ്കിൽ, JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, എല്ലാവരും JRF ആഗ്രഹിച്ചിട്ടാണല്ലോ എക്സാം എഴുതാറ്. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഡിസ്കവറീസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസ്കവറീസ്, ഓക്കെ, ഡിസ്കവറീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില് ഓരോ ഡിസ്കവറീസ് ഇത്രയും കാലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ടെറാക്കോട്ട മോഡൽ ഓഫ് ഷിപ്പ്. ഷിപ്പ് എവിടുന്നാണ് ലഭിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പയെന്നും ലോത്തൽ നിന്നാണ്. ഓക്കെ, ഷിപ്പ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്, ഹാരപ്പ, ലോത്തലാണ്. ആൻഡ് എലഫന്റ്, കോപ്പർ എലഫന്റ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്, ദൈമാബാദ് എന്നാണ്. കോപ്പർ എലഫന്റ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്, ദൈമാബാദ് എന്നാണ്. ഡാൻസിങ് ഗേൾ തെറ്റിക്കരുത്, മോഹൻജദാരോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബ്രോൺസിന്റെ ഡാൻസിങ് ഗേൾ നമുക്ക് എവിടുന്നാണ് ലഭിച്ചിട്ടുള്ളത്, മോഹൻജദാരോ എന്നാണ്. എന്താണ്, ഡെക്കറേറ്റഡ് ബ്രിക്സ്, ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാനുള്ള ഡെക്കറേറ്റഡ് ബ്രിക്സ് എവിടുന്നാണ് ലഭിച്ചിട്ടുള്ളത്, കാലിബാഗ് എന്നാണ്. ഈ പറയുന്ന ഐവറിയുടെ കാര്യങ്ങൾ, ഐവറിയുടെ ബ്രോക്കൺ ഐവറി സ്കെയിൽ ആണെങ്കിൽ ചൻഹുദാരയാണ്. ബ്രോക്കൺ ഐവറി സ്കെയിൽ ആണെങ്കിൽ എവിടെയാണ്, ചൻഹുദാരയാണ്. ഐവറി സ്കെയിൽ ആണെങ്കിൽ എവിടെയാണ്, ലോത്തൽ എന്നാണ്. ഐവറി സ്കെയിൽ ആണെങ്കിൽ ലോത്തൽ എന്നാണ്. ബ്രോക്കൺ ആണെങ്കിൽ അത് എവിടുന്നാണ്, ചൻഹുദാരോ എന്നാണ്. ഷെൽ സ്കെയിൽ ആണെങ്കിൽ എവിടുന്നാണ്, മോഹൻജദാരോ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചതന്ത്ര കഥയിലെ ആ ഒരു ചിത്രം അത് ഡെപ്പിക്ട് ചെയ്തിട്ടുള്ള ഇത് ഒരു ജാറ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എവിടുന്നാണ്, ലോത്തൽ നിന്നാണ്. ആ ഒരു ജാറ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്, ലോത്തൽ നിന്നാണ്. ഞാൻ തൊട്ടു മുന്നേ ബനവാലി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടെറാക്കോട്ട പ്ലഫ് എവിടുന്നാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. ബനവാലിയാണ്. കൂടെ ആരെയും കൂടി ചേർക്കണം, ബഹവൽപൂർ എന്ന് പറയുന്ന ഒരു സൈറ്റും കൂടെ നമ്മൾ പഠിക്കണം. ടെറാക്കോട്ട പ്ലഫ് ലഭിച്ചിട്ടുള്ളത് ബൻവാലി ഉണ്ട്, ബഹവൽപൂർ ഉണ്ട്. കാരണം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, 3 എണ്ണൊക്കെ തരും, നാല് കാര്യങ്ങളൊക്കെ തരത്തും. ചിലപ്പോ ബൻവാലി ഉണ്ടായിരിക്കും, ബഹവൽപൂർ ഉണ്ടായിരിക്കും, മോഹൻജദാരോ ഉണ്ടായിരിക്കും, ഹാരപ്പ ഉണ്ടായിരിക്കും. എന്നൊരു ഓപ്ഷൻ തരും. A and B കറക്റ്റ് ആണ്, A and B. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എയും സിയും തരും, എയും ഡിയും തരും, അങ്ങനെയൊക്കെ തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ആവും. നമുക്ക് ബൻവാലി മാത്രം അറിയുന്നുണ്ടായിരിക്കും, അതിന്റെ കൂടെയുള്ള ആളെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ടെറാക്കോട്ട പ്ലഫ് എവിടുന്നാണ് ലഭിച്ചത്, ഇമ്പോർട്ടന്റ് ആണ്. എവിടുന്നാ ലഭിച്ചത്, ബൻവാലി ഉണ്ട്, അപ്പൊ തന്നെ ബഹവൽപൂർ ഉണ്ട്. ഓക്കെ, ദെൻ കോട്ടൺ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കോട്ടൺ എന്ന് പറയുന്നത്. ആൻഷ്യൻ സൊസൈറ്റീസ് നോക്കുകയാണെങ്കിൽ കോട്ടൺ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഹാരപ്പയാണ്. ഓക്കെ, സോ കോട്ടൺ ത്രെഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ആദ്യം കോട്ടൺ ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അത് മോഹൻജദാരോ എന്നാണ്.
അത് കഴിഞ്ഞ ശേഷം കോട്ടൺ ത്രെഡ്, ഒരു കോപ്പർ മിററിന്റെ ഹാൻഡിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോപ്പർ ത്രെഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എവിടുന്ന് ലഭിച്ചിട്ടുള്ളത്? ഹാരപ്പയിൽ നിന്നാണ്. ഓക്കെ, ഹാരപ്പയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദെൻ വൂവൻ ടെക്സ്റ്റൈൽസ് ഇംപ്രഷൻ ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? അതും ഹാരപ്പയിൽ നിന്നാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തു വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് പ്രീസ്റ്റ്, നമ്മൾ പറഞ്ഞു DK ഏരിയ എന്നാണ് ലഭിച്ചത്. എവിടുന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. മെയിൽ ടോസോ എവിടുന്നാ ലഭിച്ചത്? ഹാരപ്പയിൽ നിന്നാണ്. പ്രീസ്റ്റിംഗിൽ ലഭിച്ചത് എവിടുന്നാണ്? മോഹൻജദാരോ. ആൻഡ് 2 മെയിൽ സ്റ്റോൺ ടോസ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ഹാരപ്പയിൽ നിന്നാണ്. ഒരു ബ്രോക്കൺ സീറ്റഡ് മെയിൽ ഫിഗർ ആണെങ്കിൽ അത് എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? ധോളവീര എന്നാണ്. ധോളവീര. ഓക്കെ, ബ്രോൺസ് ഫിഗർ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു മോഹൻജദാരോ എന്നാണ്. ഐബക്സ് ആണെങ്കിൽ, ഒരു സീറ്റഡ് സ്റ്റോൺ ഐബക്സ് ആണെങ്കിൽ ലഭിച്ച എവിടുന്നാണ്? മോഹൻജദാരോ. സ്റ്റോൺ ലിസാർഡ് ആണെങ്കിൽ എവിടുന്നാണ്? ധോളവീര. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോ, PYQ ആണ്. ടെറാക്കോട്ട ഹോസ് ഫിഗറിൽ ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. ടെറാക്കോട്ട ഹൗസ് ഫിഗറിംഗ് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? മോഹൻജദാരോ. ഓക്കെ, ടെറാക്കോട്ട സ്പോക്കഡ് വീല് ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ഹാരപ്പയിൽ കിട്ടിയിട്ടുണ്ട്, ബെൻവാലിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കോപ്പർ ബുള്ള് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എവിടുന്നാണ്? കാലിബാഗൻ. ഐവറി കോമ്പ് എവിടുന്നാണ്? കാലിബാഗൻ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ് ഡിസ്കവറി എന്നുള്ള രീതിയിൽ. ഷിപ്പ്, ലോത്തൽ ഹാരപ്പ. എലഫന്റ് ദൈമാബാദ്. ഡാൻസിങ് ഗേൾ മോഹൻജദാരോ. ഓക്കെ, അതുപോലെ തന്നെ പഞ്ചതന്ത്ര കഥയിലെ എന്ത്, ആ ഫോക്സിന്റെ കഥ എവിടുന്നാ ലഭിച്ചിട്ടുള്ളത്? ലോത്തൽ. ടെറാക്കോട്ട പ്ലഫ്, ബൻവാലി, ബഹൽപൂർ. ഓർത്തു വെക്കണം, ബൻവാലിയും ബഹൽപൂരും എവിടുന്നാണ്? അവിടുന്നാണ് ടെറാക്കോട്ട പ്ലഫ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കോട്ടണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മോഹൻജദാരോ, ഹാരപ്പ. ഓർത്തു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന ഹോഴ്സ്, ടെറാക്കോട്ട ഹോഴ്സ് ഫിഗറിംഗ് മോഹൻജദാരോ. ഐബക്സ് അല്ലെ, അത് എവിടുന്നാണ് ലഭിച്ചിട്ടുള്ളത്? റാമോർ ഐബക്സ്, മോഹൻജദാരോ. പ്രീസ്റ്റ് കിങ്, മോഹൻജദാരോ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അഗ്രികൾച്ചർ എന്നുള്ള രീതിയിലാണ് അടുത്ത് നോക്കേണ്ടത്. അഗ്രികൾച്ചർ ഓർക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ പറഞ്ഞത്? ടെറാക്കോട്ട ഫിഗറിങ്സ് ഓഫ് പ്ലഫ് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? ബൻവാലി, ബഹൽപൂർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ബാക്കിയുള്ള ക്രോപ്പുകളൊന്നും നോക്കാം. ക്രോപ്പുകൾ ഒരു സൈറ്റ് ഉണ്ട്, ബാലു എന്ന് പറയുന്ന സൈറ്റ്, ഹരിയാനയിൽ കിടക്കുന്ന ബാലുവാണ്. ആ ബാലുവില് എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ബാർലി ഉണ്ട്, വീറ്റ് ഉണ്ട്, റൈസ് ഉണ്ട്, ഹോസ് ഗ്രാം ഉണ്ട്, ഗ്രീൻ ഗ്രാം ഉണ്ട്, ചിപ്പി ഉണ്ട്. ഓക്കെ, ദെൻ ഫീൽഡ് പീ ഉണ്ട്, ഗ്രാസ് പീ ഉണ്ട്, സീസം ഉണ്ട്, മെലൺ ഉണ്ട്, വാട്ടർ മെലൺ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, ഗാർലിക് ഉണ്ട്. എന്നാൽ എന്തു മാത്രമില്ല? മില്ലറ്റ് മാത്രമില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ബാലുവിലുണ്ട്. ഓക്കെ, ബാലു എന്ന് പറയുന്ന സൈറ്റ് അത് ഓർത്തു വെക്കണം. വീറ്റ് ആവുമ്പോ മോഹൻജദാരോയാണ്, ഹാരപ്പയുണ്ട്. ഓക്കെ, വീറ്റ് മോഹൻജദാരോയുണ്ട്, ഹാരപ്പയുണ്ട്, ബാലു ഉണ്ട്. ബാർലി ആണെങ്കിൽ എന്തുണ്ട്? മോഹൻജദാരോയുണ്ട്, ഹാരപ്പയുണ്ട്, ബാലു ഉണ്ട്, കാലിബാഗുണ്ട്. ബാർലി ആണ്. എന്നാൽ റൈസ് ആണെങ്കിൽ ആരെ നിങ്ങൾ ഒഴിവാക്കണം? മോഹൻജദാരോയാണ് മറക്കണം. റൈസ് എന്ന് പറയുമ്പോ റൈസ് എവിടുന്നില്ല? മോഹൻജദാരോയിൽ നിന്നില്ല. ആ ഹാരപ്പയെന്നും കാലിബാഗെന്നും ലോത്തൽന്നും റാംപൂർന്നും അതുപോലെ തന്നെ ബാലു എന്നൊക്കെയാണ് എന്തുള്ളത്? റൈസ് ഉള്ളത്. മില്ലറ്റ്സ് ആണെങ്കിൽ ആലപ്പിൻ, സർക്കോട്ടാടയും ഷോർട്ടുകായും മാത്രമാണ് എന്തുള്ളത്? മില്ലറ്റ്സ് ഉള്ളത്. സീസൺ ആണെങ്കിൽ പിന്നെ ഒക്കെ ഹാരപ്പ. ഓക്കെ, ഗാർലിക് മാത്രം ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ബാലുന്ന് മാത്രമാണ്. ഗാർലിക് മാത്രം ലഭിച്ചിട്ടുള്ള എവിടുന്നാണ്? ബാലുന്ന് മാത്രമാണ് നമുക്ക് ഗാർലിക് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ദെൻ ആനിമൽ റിമൈൻസ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആനിമൽ റിമൈൻസ് എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ, മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് ആനിമൽ റിമൈൻസ് എന്ന് പറയുന്നത്. അതിൽ റൈനോസേഴ്സിന്റെ ബോണ് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്? അമ്രി എന്നാണ്. അമ്രി എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? റൈനോസേഴ്സിന്റെ ബോണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഹോഴ്സ് റിമൈൻസ് ആണെങ്കിൽ ഹാരപ്പയുണ്ട്, ലോത്തലുണ്ട്, കുന്താസി ഉണ്ട്, ദെൻ എന്തുണ്ട്? കാലിബാഗൻ ഉണ്ട്. ഹോഴ്സ് റിമൈൻസ് ആണെങ്കിൽ, ഓക്കെ ശ്രദ്ധിക്കണം, ഹോഴ്സ് റിമൈൻസ് ആണെങ്കിൽ ഹാരപ്പയുണ്ട്, ലോത്തലുണ്ട്, കുന്താസി ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കാലിബാഗനും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഹോഴ്സ് അറ്റ് സൂപ്പർഫിഷ്യൽ ലെവൽ ആണെങ്കിൽ, അതായത് ഹോഴ്സ് ഇങ്ങനെ ഒരു ഹോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഹോഴ്സ് ആണ്.
അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവം എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ് മോഹൻജദാരോയിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്, ഹോഴ്സ് ലഭിച്ചിട്ടുള്ളത്. ഹോഴ്സ് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്, മോഹൻജദാരോയിൽ നിന്നാണ് എന്നുള്ളതാണ്. ഹോഴ്സ് ടീത്ത് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്, റണാഗുഡായി എന്ന് പറയുന്ന സൈറ്റ് ആണ്. ഹോഴ്സിന്റെ ടീത്ത് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാണ്, റണാഗുഡായി എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ റൈനോസേഴ്സ് ലഭിച്ചിട്ടുള്ളത് എവിടുന്നാ, അമ്രിന്നാണ്, അമ്രി. ഓക്കെ, ഹോഴ്സ് റിമൈൻസ് ആണെങ്കിലോ എവിടുന്ന, ഹാരപ്പേൻ, ഹാരപ്പ, ലോത്തൽ, കുണ്ടാസ്, കാലിബാഗൻ, ഇവിടുന്നാണ് ഹോഴ്സ് റിമൈൻസ് ലഭിച്ചിട്ടുള്ളത്. ഹോഴ്സ് സൂപ്പർഫിഷ്യൽ ലെവലിൽ നിന്നാണെങ്കിലോ മോഹൻജദാരോയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, മോഹൻജദാരോയിൽ. എന്നാൽ ഹോഴ്സ് ടീത്ത് ആണെങ്കിലോ, ഹോഴ്സിന്റെ പല്ലാണെങ്കിലോ എവിടുന്ന, റണാഗുഡായി എന്നാണ്. ഓക്കെ, റണാഗുഡായി എന്നാണ് ലഭിച്ചത്. ദെൻ ക്രാഫ്റ്റ് എടുത്തു നോക്കുമ്പോ ഇതൊന്നുമല്ല, ഇത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എടുത്ത് നോക്കുമ്പോ സീൽ മേക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സീൽ മേക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതില് ആവറേജ് സൈസ് ഓഫ് സീല് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതിന് ഒരു ഷേപ്പ്, സ്ക്വയർ ഷേപ്പ് ഉണ്ട്, റെക്ടാങ്കുലർ ഷേപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് അത് ചില സിലിണ്ടറിക്കൽ എന്ത് സീൽസ് ഉണ്ട്. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് സീൽ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓഫ്കോഴ്സ്, കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ടഫ് എക്സാമിനാണെങ്കിൽ ഹാരപ്പ എന്നൊരു ടഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഏതാണ്, സീൽ മേക്കിംഗ് ആണ്. ഒരു ടഫ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏതാണ്, സീൽ മേക്കിംഗ് ആണ് എന്നുള്ളതാണ്. സോ സീലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എത്രയാണ്, സീൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഷേപ്പിലാണ് സീൽ ഉള്ളത്. ഓക്കെ, എന്തുകൊണ്ടൊക്കെയാണ് സീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽ ഒന്ന് ഓർത്ത് വെക്കണം, അതിന്റെ ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം എന്നുള്ളതാണ്. സോ സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പിലാണ് കോമൺ ആയിട്ടുള്ള സീലുകൾ. അപ്പൊ കോമൺ ആയിട്ടുള്ള സീലുകളാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ സിലിണ്ടറിക്കൽ സീൽ ഉണ്ട്, ഫ്യൂ സിലിണ്ടറിക്കൽ സീൽസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് സീലൊന്നുമില്ല, പക്ഷെ ചില സിലിണ്ടറിക്കൽ സീലുകൾ ഉണ്ട്. റൗണ്ട് സീലും ഉണ്ട്. ഓക്കെ, റൗണ്ട് സീലും ഉണ്ട്, രണ്ടും ഉണ്ട്, രണ്ടില്ല. പക്ഷെ സീൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്റ്റീറ്റൈറ്റ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, സീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ്, സ്റ്റീറ്റൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താ എന്തുകൊണ്ട്, സിൽവർ സീൽ ഉണ്ട്. ഓക്കെ, ഫിയൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സോപ്പ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പറയുന്ന സ്റ്റീറ്റൈറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ സെറ്റൈറ്റ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, കോമൺ ആയിട്ട് സീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ടൈപ്പ് ഓഫ് സീൽ എടുത്ത് നോക്കുകയാണ്, പല മോട്ടീവ്സോട് കൂടിയിട്ടുള്ള സീലുകൾ ഉണ്ട്. പക്ഷെ ചില പ്രത്യേകമായിട്ടുള്ള സീലുകൾ, ആ സീലുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അതിലെ ടു ഫൈൻ സിൽവർ സീൽ, സിൽവർ ഓർത്ത് വെക്കുക, സിൽവർ സീൽ വിത്ത് യൂണിക്കോൺ മോട്ടീഫ് ഉള്ള സീല് എവിടുന്ന് ലഭിച്ചിട്ടുണ്ട്, മോഹൻജദാരോന്ന് ലഭിച്ചിട്ടുണ്ട്. കോപ്പർ സീലും സോഫ്റ്റ് സ്റ്റോൺ സീലും ആണെങ്കിൽ എവിടുന്ന ലഭിച്ചിട്ടുള്ളത്, ലോക്കൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സീലിലെ മോട്ടീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, എല്ലാ ചിഹ്നങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിഫന്റ് ഉണ്ട്. ഓക്കെ, എലഫന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ടൈഗർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട്, എലഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്, ക്രോക്കഡൈൽ ഉണ്ട്, ഹെയർ ഉണ്ട്, ഹംബ്ഡ് ബുൾ ഉണ്ട്, ബഫല്ലോ ഉണ്ട്, റൈനോസേഴ്സ് ഉണ്ട്, യൂണിക്കോൺ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ലെപ്പോർഡ്സ് അത് അത്ര ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല. ലെപ്പേർഡ്സ് എന്തില്ല, ഇല്ല. എന്തൊക്കെയുണ്ട്, എലഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്, ക്രോക്കഡൈൽ ഉണ്ട്, ഹെയർ ഉണ്ട്, ഹംബ്ഡ് ബുൾ ഉണ്ട്, ബഫല്ലോ ഉണ്ട്, റൈനോസേഴ്സ് ഉണ്ട്, യൂണിക്കോൺ ഉണ്ട്. പക്ഷെ എന്തില്ല, കിളിപ്പുലി അല്ലെ, ലെപ്പേർഡ്സ് എന്തില്ല, ഇല്ല എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് ഇവിടെ നോക്കുക, ഈ ഒരു സീല് നിങ്ങൾ നോക്കുക, കാണുന്നുണ്ടോ, സീൽ കാണുന്നുണ്ടോ, പശുപതി സീലിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ, കേട്ടിട്ടില്ല. പശുപതി സീൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ പശുപതി സീൽ എന്ന് പറയുന്നത്. മോഹൻജദാരോയിൽ നിന്നാണ് പശുപതി സീൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എവിടെ ലഭിച്ചിട്ടുള്ളത്, മോഹൻജദാരോയിൽ നിന്നാണ് നമുക്ക് പശുപതി സീല് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മോഹൻജദാരോ സൈറ്റ്, മോഹൻജദാരോ. ഈ ചിത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 3 മുഖത്തോട് കൂടിയിട്ട്
ഒരാൾ ഇരിക്കുന്നുണ്ട്. ചിത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഒരാള് മൂന്ന് മുഖത്തോട് കൂടിയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു യോഗിക് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ സീലിന്റെ എന്താണ്, അയാളുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് എലഫന്റിനെയും ടൈഗറെയും കാണാൻ പറ്റും. നമ്മളുടെ ആംഗിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എലഫന്റിനെയും ടൈഗറിനെയും കാണാൻ പറ്റും. ആൻഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റൈനോസിനെയും ബഫലോയെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡില്, നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അയാളുടെ ലെഫ്റ്റ് സൈഡ് അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റിട്ടൊന്നുമില്ലല്ലോ. അയാളുടെ ലെഫ്റ്റ് സൈഡില് എന്തുണ്ട്, അയാളുടെ ചിത്രത്തിൽ എടുത്ത് നോക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എലഫന്റും ടൈഗറും ഉണ്ട്. നമ്മുടെ വലതു ഭാഗത്താണ് എന്തുള്ളത്, എലഫന്റും ടൈഗറും. നമ്മുടെ ഇടതു ഭാഗത്ത് എന്താണുള്ളത്, റൈനോസസും ബഫലോയും. അയാളുടെ വലതുഭാഗത്ത് ഏതാണുള്ളത്, ഈ പറഞ്ഞ റൈനോ ബഫലോ എന്നുള്ള. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അയാളുടെ ലെഗുകള് ബാക്കി ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. 4 മൃഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയാ മൃഗങ്ങൾ എന്ന് പറയുന്നത്? എലഫന്റ് ഉണ്ട്, റൈനോസേഴ്സ് ഉണ്ട്, വാട്ടർ ബഫലോ ഉണ്ട്, ടൈഗർ ഉണ്ട്. ഇത്ര ആൾക്കാരാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കാലിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആന്റിലോപ്സിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനെ മാർഷൽ വിളിച്ചിട്ടുള്ള എന്താണ്, പ്രോട്ടോ ഷിവ എന്നുള്ള രീതിയിലാണ് മാർഷൽ ഇതിനെ വിളിച്ചിട്ടുള്ളത്. പ്രോട്ടോ ഷിവ എന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഏതെന്ന് പറയുന്നത്, ബീഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബീഡ് മേക്കിംഗ്? ഓക്കെ, മുത്തു നിർമ്മാണം, ഷെൽ വർക്കിംഗ്. ഇതില് ഹാരപ്പൻസിന്റെ ഒരു ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് അവരൊരു സിലിണ്ട്രിക്കൽ സ്റ്റോൺ ഡ്രില്ല് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സെമി പ്രീഷ്യസ് സ്റ്റോണിനൊക്കെ ഒരു പെർഫറേറ്റഡ് ബീഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ചെറിയ ചെറിയ ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള ബീഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു സിലിണ്ട്രിക്കൽ സ്റ്റോൺ ഡ്രില്ല് ആര് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഹാർപ്പൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ബീഡ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് ഏതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജൈറ്റ് ഉണ്ട്, അഗേറ്റ് ഉണ്ട്, കാർണേലിയ ഉണ്ട്, ലാപ്പിസ് ലാസുലി ഉണ്ട്, ഷെൽ ഉണ്ട്, ടെർക്കോട്ടോഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ആൻഡ് ഇവര് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ലോങ് ബാരൽ ആയിട്ടുള്ള ബീഡ്സ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലോങ് ബാരൽ ബീഡ്സിന്റെ പ്രത്യേകത ചെയ്യുന്നത് ഒരുപാട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ബീഡ്സ് ആണ്. മെസോപ്പൊട്ടോമിയ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബീഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിയൻസോട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ബീഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ചനുഹുദാരോ, ലോക്കൽ, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ബീഡ് മേക്കിംഗ് ഇതാണ് സൈറ്റുകളാണ്. ചനുഹുദാരുണ്ട്, ബാലാക്കോട്ട് ഉണ്ട്, നാഗേശ്വർ ഉണ്ട്, കുന്ദാസ് ഉണ്ട്, തൊളബീർ ഉണ്ട്, റാങ്പൂർ, ലോക്കൽ, നഗ്വാഡ, ബാഗ്സറ, ഇതൊക്കെ എന്താണ് ഷെൽ വർക്കിംഗ് സ്ഥലങ്ങളാണ്. കൂടി ഓർത്തു വെക്കുക, ഷെൽ വർക്കിംഗ് ഏരിയാസ് ആണ് എന്നുള്ളത്.